Good morning, everyone. Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു എല്ലാവർക്കും. Morning, sir. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. Good morning, sir. ഓക്കെ, സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് ഒരു ഹീലിംഗ് സെഷനാണ്. ആദ്യം തന്നെ പറയണം, ആരും ലീവ് ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡി ആയിട്ടിരിക്കാം. നമുക്കിന്ന് എന്താണ് ട്രോമ ഹീലിംഗ് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ആരെങ്കിലും ആദ്യം ഇതുവരെ EFT ചെയ്യാത്തവരുണ്ടോ? EFT ചെയ്യാത്തവർ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാമോ? മീന്ന് കമന്റ് ചെയ്താൽ മതി. EFT ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇരിക്കുക. ശരത്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് അയക്കണേ. ഓക്കെ ഓക്കെ. സോ ആരൊക്കെയാണ് നമ്മൾ നിലവിൽ ഇതുവരെ ഹീലിംഗ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ EFT ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. നിങ്ങൾക്ക് EFT നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യാം. ഐ വിൽ ടീച്ച് യു ടുഡേ. ഓക്കെ, സോ ഓൾറെഡി EFT ചെയ്ത ആൾക്കാരുണ്ടാവും. ചെയ്ത ആൾക്കാർ D എന്ന് കമന്റ് ചെയ്യുക. ഡൺ എന്നുള്ളതിന്, ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് D എന്ന് കമന്റ് ചെയ്യുക. ഡൺ, D എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ചെയ്ത ആൾക്കാർ. ഓക്കെ, അനന്തകൃഷ്ണൻ, താങ്ക് യു. സോ അതേപോലെ നസ്രി, ഓക്കെ, വെരി ഗുഡ്. ആൻഡ് റഹീന, ഓക്കെ, ഷബ്ന മീർ, ഓക്കെ, വെരി ഗുഡ്. സുബീദ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരുപാട് പേരുണ്ടല്ലോ. അതേപോലെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. മുർഷിന ചെയ്തിട്ടില്ല, ജോബി ചെയ്തിട്ടില്ല, ബിന്ദു ചെയ്തിട്ടില്ല, ഓക്കെ, ധന്യ ചെയ്തിട്ടില്ല, നിഷ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് നിങ്ങൾ എല്ലാവരും ഇന്ന് എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഹീലിംഗ് സെഷനിലേക്ക് വന്നതിന്. അപ്പം ഇന്ന് ഹീലിംഗ് എന്താണ്, ഹീലിംഗ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഹീലിംഗിന്റെ ആവശ്യകത എന്താണ്. റംല ഹസൻ ചെയ്തിട്ടില്ല അല്ലെ? ചെയ്യാത്തവർ എന്ത് ചെയ്യുക? മീന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? EFT ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ മീന്ന് കമന്റ് ചെയ്യുക. ചെയ്ത ആൾക്കാർ D-ന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ റെഡിയാണോ? മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് നല്ല മൈൻഡെല്ലാം കാമായിട്ടിരിക്കല്ലേ? ഇനി നമ്മൾ ഹീലിംഗ് ചെയ്യാൻ ഏറ്റവും നല്ലത് ആദ്യം ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നോ? ഓക്കെ, വെരി ഗുഡ്. സോ ഓക്കെ, അപ്പം ഓൾറെഡി ചെയ്യാത്ത ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് ട്രസ്റ്റിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഇപ്പൊ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് പറയാമോ? റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണോ? കാമാണോ? കൂളാണോ? ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് പറയാമോ? ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, കാമായിട്ടുള്ള അവസ്ഥയാണോ? എന്താണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് ഇസ് യു ഫീലിംഗ്? വാട്ട് ഇസ് യു ഫീലിംഗ്? കാമാണ്. അംബ്ലി പറയുന്നു, കംപ്ലീറ്റ് മെമ്പർ ചെയ്യുന്നു, കാമാണ്. സൂപ്പർ. ഓക്കെ, റിലാക്സ്ഡ്, ഗുഡ് ആൻഡ് കാം, വെരി ഗുഡ്. സോ എന്താണ് EFT? അല്ലെങ്കിൽ EFTയിലൂടെ നമുക്ക് പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. നമുക്ക് ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോയിൽ തന്നെ ഇരിക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സ്കൈലർ ലേണിങ്സ് നടത്തുന്ന ഈ ഒരു ഇന്നത്തെ സെഷനിലേക്ക്, എന്താണ് സ്കൈലർ ലേണിങ്സ് അറിയാലോ? നമ്മളുടെ പുതിയ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പുതിയ ട്രെയിനേഴ്സിനെയും പുതിയ കോഴ്സുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള സെഷനാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് നമ്മുടെ എൻ്റെ സുഹൃത്തും അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്കൈലർ ലേണിങ്സിൽ ട്രെയിനറും ആയിട്ടുള്ള ശരവണൻ എന്ന് പറഞ്ഞിട്ട് ആളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടോ? യെസ്, ഗുഡ്, യെസ്, വെരി ഗുഡ്. സോ അദ്ദേഹത്തിന്റെ കൂടുതൽ ട്രെയിനിങ്, കൂടുതൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് കോഴ്സ് വരും. കോഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചെടുക്കാം, അദ്ദേഹത്തിന്റെ കോച്ചിങ് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും 1-to-1 കോച്ചിങ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് പോസിബിൾ ആക്കുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരത്തുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. 1-to-1 കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കോഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഓക്കെ, സോ എന്താണ് ഹീലിംഗ് എന്ന് ആദ്യം ഒന്ന് പരിചയമുള്ള ആൾക്കാർക്ക്. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലേ? അത് ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയും നമ്മുടെ ലൈഫ് കടന്നുപോയി നമ്മൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത്, വല്ലാണ്ട് ബുദ്ധിമുട്ടി, വല്ലാണ്ട് പെയിനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
അതിൽ ഇതൊരു മോചനം എന്നുള്ളതാണ് എന്ത് ഹീലിംഗ് എന്ന് പറയുന്നത്. ഹീലിംഗ് എന്ന് പറയുന്നതിന്റെ വേർഡിന്റെ അർത്ഥം എന്താണ്? ചികിത്സ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സുഖം പ്രാപിക്കുക എന്നുള്ളതാണ്. ഹീൽ ചെയ്യപ്പെടുന്നതാണ് സുഖം പ്രാപിക്കുക. അപ്പൊ സുഖം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു അസുഖാവസ്ഥയിൽ സുഖമില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് അസുഖം, അല്ലെ? ഈസ് എന്ന് പറയുന്നതാണ് സുഖം. ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം. അപ്പൊ നമുക്ക് അസുഖം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളാവാം, മാനസിക പ്രശ്നങ്ങളാവാം, ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാവാം, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവാം. ഇത് ഇതുമല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ്. അതെന്താണ്? നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും. നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന ഇത്രയും കാലം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാനസികം മാത്രമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആക്ച്വലി മനസ്സിലെ വിഷയങ്ങളാണ് എങ്കിലും അതെല്ലാം കിടക്കുന്നത് നമ്മുടെ ബോഡിയിലാണ്. എങ്ങനെ? നമ്മുടെ മനസ്സിലാണ് എങ്കിലും അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഓരോ വിഷമങ്ങളുടെയും നെഗറ്റീവ് ഇമോഷൻസും അതിന്റെ എനർജിയും. ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എനർജി ഉണ്ട്. എന്തുണ്ട്? ഇമോഷൻ ഉണ്ടെങ്കിൽ എനർജി ഉണ്ട്. ഇത് മനസ്സിലായവർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡബിൾ ഇ എന്ന് കമന്റ് ചെയ്യുക. ഇ ഓക്കെ, ഇമോഷൻ ആൻഡ് എനർജി എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഉണ്ടാവും. നിങ്ങൾ നമ്മളെപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മളെപ്പോഴും എന്താ വേണമെന്ന് വെച്ചാൽ എബിലിറ്റി ടു ഫോളോ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എന്താ? നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ആരാണോ കോച്ചായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾ, അദ്ദേഹം എന്താണോ പറയുന്നത് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓക്കെ, ഡിറക്ഷൻസ് ഫോളോ ചെയ്യണം. അപ്പം നമ്മൾ ഒരുപാട് ട്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഡിറക്ഷൻസ് ഫോളോ ചെയ്യാൻ മടിയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം ആൾക്കാരും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറേ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല. എന്താ കാരണം? കാരണം എന്താ? നമുക്ക് അനുസരിക്കാൻ നമ്മൾ അത്ര താല്പര്യമില്ലേ, നമുക്ക് ഡിറക്ഷൻസ് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. ഡിറക്ഷൻസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മുടെ ബോഡി കാമായിരിക്കണം, കൂളായിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ അതായത് ട്രോമ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യപ്പെടും. ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യില്ല. ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ മടിയായിരിക്കും. ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് വിശ്വാസം കുറവായിരിക്കും. ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാത്തിനും സംശയത്തോടു കൂടി കാണും. ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് റൂൾസ് ഫോളോ ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേഷൻഷിപ്പിൽ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാകും. ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവർ റോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ അട്രാക്ട് ചെയ്യും, റോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ റീസൺ എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള, നമ്മൾ ട്രോമ അനുഭവിച്ചത് മൂലം നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അപ്പോൾ ഈ എനർജിയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എനർജി വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഫ്രീക്വൻസി എന്ത് ചെയ്യും? എനർജി ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? എനർജി ഫ്രീക്വൻസി കേൾക്കുന്നില്ല? പ്രവീൺ പറയുന്നത് മ്യൂട്ടായി. കേൾക്കുന്നില്ല? അല്ലേ? ഓക്കെ. സോ എനർജി വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഫ്രീക്വൻസി എന്തായി മാറും? നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് നമ്മളുടെ ലൈഫിൽ ആ ഫ്രീക്വൻസി നെഗറ്റീവായിട്ട് മാറും. എനർജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഹൈ എനർജി ഉണ്ട്, ലോ എനർജി ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അഡ്വാൻസ് പ്രോഗ്രാം. പ്രവീൺ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോള് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കോള് വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പീക്കർ ബട്ടൺ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കേൾക്കും. ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്, എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കായിരിക്കും പ്രശ്നം. സോ പറഞ്ഞു വന്നത് എന്താണ്? നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്രീക്വൻസികളുണ്ട്. ഒന്ന് ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസി എനർജി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നതാണ് ലോ ഫ്രീക്വൻസി എനർജി. ഹൈ ഫ്രീക്വൻസി എനർജി എന്ന് പറയുന്നത് നമ്മൾ കാമായിരിക്കുമ്പോൾ, പീസ്ഫുൾ ആയിരിക്കുമ്പോൾ, ശാന്തനായിരിക്കുമ്പോൾ, വളരെ ചിന്തകളൊന്നുമില്ലാതെ വളരെ കൂളായിട്ട്, ചിന്തകളുടെ എണ്ണം കുറഞ്ഞ് വളരെ ശാന്തമായി സമാധാനത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ ഉണ്ട്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതാണ്. ഈ ട്രോമയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേർക്ക് ഓവർ തിങ്കിങ് ഉണ്ട്? ഓവർ തിങ്കിങ് പ്രോബ്ലം ഉണ്ട്?
ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്ത്. ഞാൻ വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്ത് പോകും, ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും, ഞാൻ വല്ലാണ്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകുന്നുണ്ട്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എനിക്കത് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എനിക്ക് എനിക്കത് നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, നമ്മൾ അറിയാതെ നമുക്ക് താല്പര്യമില്ല നെഗറ്റീവായി ചിന്തിക്കാൻ, ഉണ്ടോ? പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്ന നെഗറ്റീവായ ചിന്തകൾ, ഓവർ തിങ്കിങ് വല്ലാണ്ട് വരിക, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, ചെറിയ കാര്യത്തിന് തന്നെ ടെൻഷൻ വരിക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് ഇതിന് ചെയ്യാൻ ഒരു പരിഹാരം വേണ്ടേ? വേണോ? പരിഹാരം വേണോ? പരിഹാരം വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ വേണം. വേണം എന്നുള്ളതിന് വി എന്ന് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് വി. വേണം എന്നുള്ളതിന് വി എന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഐ വാണ്ട് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, സോ ഓക്കെ, വെരി ഗുഡ്. സോ ഇതിന് പരിഹാരം ഞാൻ ഇന്ന് തരാം, നിങ്ങൾ വറീഡ് ആവണ്ട. ഇതിനുള്ള പരിഹാരമുണ്ട്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ചിന്തകളുടെ എണ്ണം കുറയണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ചിന്തകളുടെ എണ്ണം കുറയണം. ഓക്കെ, ലെസ് തോട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന കുറവായിരിക്കണം. ഓക്കെ, ഇതുകൊണ്ടും EFT കൊണ്ടും ഓവർ തിങ്കിങ് ഇപ്പോൾ ഇല്ല. മുഹമ്മദ് അനസ് പറയുന്നു മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ടും EFT കൊണ്ടും ഓവർ തിങ്കിങ് കുറവാണ്. യാ, അപ്പൊ ചിന്തകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകളുണ്ട്? അതിലൊരു മെത്തേഡാണ് എന്ത്? മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഒരു ഹീലിംഗ് ടൂളാണ്. പക്ഷേ EFT എന്ന് പറയുന്ന ടൂള് മെഡിറ്റേഷനെക്കാട്ടിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. മെഡിറ്റേഷൻ മഹത്തായ ഭയങ്കര സംഭവമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ, പലതരത്തിലുള്ള റിസൾട്ട് നൽകുന്ന. പക്ഷേ EFT എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക്കലി നമ്മുടെ പ്രോബ്ലംസ് എന്താണോ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ചിന്തകൾ കുറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നെർവസ് സിസ്റ്റം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയും, ANS എന്ന് പറയും. ഓക്കെ, നെർവസ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം? കാമാക്കണം. നമുക്ക് ട്രോമ ഉള്ളത് കൊണ്ട് നെർവസ് സിസ്റ്റം പാനിക് ആവുകയാണ് ചെയ്യും. എന്താ നെർവസ് സിസ്റ്റം? നാഡീവ്യൂഹം. എന്താണ് നെർവസ് സിസ്റ്റം? നാഡീവ്യൂഹം. ഈ നാഡീവ്യൂഹം കാമാക്കണം. അപ്പൊ ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിന് ഫോട്ടോസും സംഗതികളും കുറച്ചുകൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെസ് പ്ലീസ്, യെസ് എന്ന് കമന്റ് ചെയ്യൂ. ജസ്റ്റ് യെസ് എന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഓക്കെ, യെസ് എന്ന് കമന്റ് ചെയ്യൂ. ജസ്റ്റ് കമന്റ് ഡൗൺ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ബട്ട് ഐ വിൽ ഷോ യു. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആവേശമാണ് നമുക്ക് എന്താ വെച്ചാൽ ഇത് കാണിച്ചു തരാനും പറഞ്ഞു തരാനൊക്കെ ഒരു 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 ത്രില്ല് നൽകുന്ന കേട്ടോ. സോ ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്യാറല്ലേ? ഞാൻ എന്ത് ചെയ്യാതെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, ഓക്കെ ഞാനിവിടെ എനിക്ക് വേറൊരു ഫയലിൽ കാണിക്കാം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു അവർ ബോഡി? ഓക്കെ, ഓക്കെ,
ഓക്കെ. സോ മൈൻഡ് ബോഡി ഇതിൽ ഓക്കെ. നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, റെഡി? ആർ യു റെഡി? യെസ്. ഓക്കെ. സോ നമുക്കിന്ന് ഏകദേശം 100ഓളം ആൾക്കാരിലേക്ക് എത്തി. വെരി ഗുഡ്. ഐ എം റിയലി എക്സൈറ്റഡ്. നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. എനിക്ക് വീഡിയോയിലുള്ള ആൾക്കാരൊന്ന് തമ്പടിച്ച് give me a thumbs up. ഓക്കെ. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ രൂപത്തിലാണ്. ഇത് 2 കളർ കാണാം. കാമായിട്ടുള്ള അവസ്ഥയാണ് ബ്ലൂ കളർ കാണിക്കുന്നത്. ഇൻഫ്ലമേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ, അതായത് നമ്മളിങ്ങനെ റെഡിൽ കാണിക്കുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻഫ്ലമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലെയിമബിൾ, തീ പിടിക്കുക എന്ന് പറയില്ലേ, അല്ലെ? ചൂട് പിടിക്കുക അല്ലെങ്കിൽ തീ പിടിക്കുക, ഭയങ്കരമായിട്ട് ചോറ് ഞരമ്പുകളിൽ തിളക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അത് സ്ട്രെസ് അനുഭവിക്കുന്ന അവസ്ഥയാണ് റെഡിൽ കാണിക്കുന്നത്. ഓക്കെ. ഇതിങ്ങനെയാണെന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നെട്ടലില്ലേ, നെട്ടല് നാഡീവ്യൂഹം, നെട്ടലും തലച്ചോറും നെട്ടലും നിന്നും ഒരുപാട് കശേരുക്കൾ, ഒരുപാട് എന്ത് ചെയ്യും, നെർവുകൾ എന്ത് ചെയ്യുന്നു, നാഡികൾ എന്ത് ചെയ്യുന്നു, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നു. ഓക്കെ. സോ ഈ നെർവസ് സിസ്റ്റം ഇത് കാമായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഇത് കാമാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ ട്രോമ ഉണ്ടെങ്കിൽ ഇത് കാമായിരിക്കില്ല. ഈ നെർവസ് സിസ്റ്റം എന്തായിരിക്കും, എപ്പോഴും ഇങ്ങനെ, അപ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് BP വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. BP ഉണ്ടാക്കുന്നത് ഭയങ്കരമായിട്ട് ഹൈ BP സംഗതികളൊക്കെ നല്ലോണം ട്രോമയും പെയിനും ദേഷ്യവും വെറുപ്പും ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നമ്മുടെ ബോഡിയിൽ വോളണ്ടറി കൺട്രോൾ ഉണ്ട്, ഇൻവോളണ്ടറി കൺട്രോൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ നമ്മൾക്ക് ഇപ്പോൾ വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന മസിൽസ് ഉണ്ട്. ഈ മസിൽസിനെയും ഇത് ബാധിക്കും. അതേപോലെ തന്നെ അറിയാതെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ഉണ്ട്. ഹൃദയം ഒരു ഇൻവോളണ്ടറി മസിലാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം ഇല്ല. ശ്വാസകോശം ഒരു ഇൻവോളണ്ടറി മസിലാണ്. ഓക്കെ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആന്തരികമായിട്ടുള്ള എല്ലാ അവയവങ്ങളും നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നത് കാര്യങ്ങൾ, ഒരുപാട് ഗ്രന്ഥികളും ഒരുപാട് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ, അല്ലെ? ഒരുപാട് പ്രവർത്തനങ്ങൾ, ഭക്ഷണം ദഹിപ്പിക്കുക, കിഡ്നി ആയിക്കോട്ടെ, ഇതിനെല്ലാം എന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഈ നെർവസ് സിസ്റ്റം കൺട്രോൾ. ഇതാണ് എല്ലാ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറുമായിട്ട് കണക്റ്റഡ് ആണ്, ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. തലച്ചോറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, ANS എന്ന് പറയും, അല്ലെങ്കിൽ നാഡീവ്യൂഹം എന്ന് വിളിക്കും. അപ്പൊ ഇതിൽ ട്രോമയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നാഡീവ്യൂഹം കാമായിരിക്കില്ല. അതെപ്പോഴും ഇങ്ങനെ ഒരു പാനിക് ആയിട്ടുള്ള ഒരവസ്ഥ, പേടിച്ചിട്ടുള്ള ഒരവസ്ഥ, ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ കാമായി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ചിന്തകൾ പറയും. ഇത് ബേജാറിലായി കഴിഞ്ഞാൽ, ഇത് വല്ലാണ്ട് ഒരു പേടിയിലായി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കൂടും. ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ CLR ഒന്ന് കമന്റ് ചെയ്തോളൂ. CLR ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താ വെച്ചാൽ പാനിക് ആവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകണം. ഓവർ തിങ്കിങ് വരുമ്പോൾ എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റം പാനിക് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ അനുഭവിച്ചതായിരിക്കാം. ചെറുപ്പത്തിൽ നമ്മൾ പേടിച്ചിട്ടുണ്ടാവും, അല്ലെ? നമ്മളെ പേടിപ്പിക്കുക, നമ്മളെ പീഡിപ്പിക്കുക, നമ്മളെ സെക്ഷുവലി അസോൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ നമ്മൾ ഒറ്റപ്പെടുത്തുക, പരിഹസിക്കുക, നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഇല്ലാതിരിക്കുക, നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള പല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനർജിയും ഇതിൻ്റെ ഒരു ഇമോഷനും ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ള ശരീരത്തിൽ എന്ത് ചെയ്യും? ദഹിപ്പിച്ച് ആ മസിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബാക്കി വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് കളയുമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ടോയ്ലറ്റിൽ പോയിട്ട് കളയും. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്. ഇത് പുറത്തേക്ക് പോകുന്നില്ല, ബോഡിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ്. പോസിറ്റീവ് എനർജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, ശരീരം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് എനർജി ശരീരത്തെ നശിപ്പിക്കുന്ന അവയവങ്ങളെ നശിപ്പിക്കും. എങ്ങനെ നശിപ്പിക്കാന്ന് അറിയാം? നെഗറ്റീവായിട്ടുള്ള ഈ എനർജി നമ്മുടെ ബോഡിയിൽ അവിടെ ഉള്ളിൽ പോയി ചില ഈ എന്താ പറയുക, നമ്മുടെ നെഗറ്റീവ് എനർജികൾ എവിടെയാണ് പോയി കിടക്കുന്നത്? ദേഷ്യം പോയി കിടക്കുന്നത് എവിടെയെന്ന് അറിയാം? ഒന്ന് ഇവിടെ, നമ്മളിങ്ങനെ പല്ലുറുമ്പൂലോ, അതെന്തുകൊണ്ടാ? ഇത് ഇവിടെയാണ് സാധനം. മനസ്സിലാവുന്നുണ്ടോ?
ദേഷ്യം വന്നു കഴിഞ്ഞാൽ കായ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. എവിടെ 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 സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ്. മനസ്സിലായോ? മനസ്സിലായോ? അടുത്തത് എന്താണ്? മനസ്സിലാവുണ്ടോ? അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ എന്താ വെച്ചാൽ കിഡ്നിയും ഇത് ബാധിക്കും. അപ്പൊ ദേഷ്യം കൊണ്ട് നടന്ന ഈ അവയവങ്ങൾ കേടുവരും. അതായത് നമ്മുടെ ചിന്തകൾ കൂടും, ഓവർ തിങ്കിങ്, നെഗറ്റിവിറ്റി മാത്രം ഉണ്ടാകുന്ന മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും ചെയ്യും. സങ്കടം ഇതേപോലെ ഓരോ അവയവങ്ങളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണം? ഞാൻ അതും കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. അപ്പം റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എക്സൈറ്റഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കമന്റ് ഡൗൺ മോർ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മോർ. ഓക്കെ, മോർ. ഇനിയും കൂടുതൽ വേണം, ഇനിയും കൂടുതൽ അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മോർ. ഓക്കെ, സോ ഐ വിൽ ഷോ യു so that I can show you 1 minute. Okay. നമ്മുടെ ബോഡിയിൽ പല സംഗതികളും നമ്മൾ 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 വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ ബോഡിയിൽ ഓരോ സ്ഥലത്തും ഇതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ നമ്മുടെ ബോഡിയിൽ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ സ്റ്റോർ ചെയ്ത് കിടക്കുന്നു. ഈ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അതിനനുസരിച്ചാണ് നമ്മളുടെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ദുഃഖം എവിടെയാ? ഇവിടെയാണ്, ചെസ്റ്റിൽ. ഭയങ്കര അല്ലേ? നമുക്ക് വല്ലാണ്ട് സങ്കട വിഷമം വന്നു കഴിഞ്ഞാൽ, ഫിയർ വല്ലാണ്ട്, പേടി വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റൊമക്ക്, വയറിന് എന്ത് ചെയ്യും? സ്തംഭനം, വയറിന് ബുദ്ധിമുട്ട്. ലൈഫിൽ ദഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ദഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതൊക്കെ വയറിനെ ബാധിക്കും. ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കുകയാണ്, അന്യായങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അന്യായമുണ്ട്, അനീതി സംഭവിച്ചു, നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു. നിങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. മനസ്സിലാകുന്നുണ്ടോ? വയറും ദഹിക്കാൻ, നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റുന്നില്ല, ബോഡിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ എന്ത് സംഭവിക്കുക? ദഹനത്തിന് പ്രശ്നം വരും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ, സോ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് ഷോ യു. ഓക്കെ, എവിടെയാണെന്നുള്ളത്, എന്താണെന്നുള്ളത്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് എവറി ഹീലർ പ്രോസസ്. ഓക്കെ, 1 minute, 1 minute, 1 minute. I will show you. ഞാനത് അതൊന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ദാറ്റ്, ഞാനിത് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തതായിരുന്നില്ല, ഇത് കാണിക്കണം. പിന്നെ നിങ്ങൾക്കെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് സ്റ്റോർഡ് ഇമോഷൻസ്. ഓക്കെ, സോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സോ ഞാനത് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു. എവിടെയാണ്, എന്താണ്, ഓരോന്നിൻ്റെയും ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ട്രോമാസ് എല്ലാം സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ബോഡിയിൽ പലതും പല സ്ഥലത്താണ്. ഓക്കെ, പല സ്ഥലത്താണ് നമുക്കത് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. ദേഷ്യം കുറച്ച് ലിസ്റ്റ് ഞാൻ കാണിക്കാം, എല്ലാ ലിസ്റ്റും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ, വൈ ഇമോഷൻസ്. ദേഷ്യം എവിടെ കിടക്കുന്നത്? ബോഡി ഹോൾഡ്സ് ഇമോഷണൽ മെമ്മറി. നമ്മുടെ ശരീരത്തിൽ എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇമോഷൻസ്, വേർ ഇമോഷൻ ലീവ് ഇൻ ദ ബോഡി. ദേഷ്യം കിടക്കുന്നത് എവിടെയാണ്? ദേഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈകളിൽ, ഷോൾഡറിൽ ടെൻഷൻ, ടൈറ്റ്നെസ് അനുഭവിക്കും. ദേഷ്യം ഉള്ള ആൾക്കാർക്ക് ഇവിടെയും ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതിന് അവിടെ പ്രശ്നങ്ങൾ വരും. അത് ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പല്ലിനെ ബാധിക്കും, മറ്റുള്ള സംഗതികളെ ബാധിക്കും. പല ദേഷ്യം വല്ലാണ്ട് കൊണ്ടാടുന്നു കഴിഞ്ഞാൽ. അടുത്ത ഗ്രീഫ്, ഫെൽറ്റ് എസ് ഹെവിനെസ്, കൺസ്ട്രക്ഷൻ ഇൻ ദ ചെസ്റ്റ് ആൻഡ് ത്രോട്ട്. ഇവിടെയും വല്ലാണ്ട് ദുഃഖം, നഷ്ടബോധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ചെസ്റ്റ് പെയിൻ, അതേപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? വല്ലാണ്ട് പെയിൻ അനുഭവിക്കും നമുക്ക്. ഒക്കെ നമുക്ക് നമ്മളോട് ദുഃഖം തോന്നുന്നുണ്ട്, അവസ്ഥയോട് ദുഃഖം തോന്നുക, മറ്റുള്ളവരുടെ നഷ്ടപ്പെട്ടതിൽ ദുഃഖം തോന്നുക. ഫിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാം, വയറിലേക്കാണ് പോവുക. മനസ്സിലാവുക? അതേപോലെ ബാക്ക് പെയിനും വരും. ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരും. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഞാൻ അറിയിക്കുന്നതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരിക, ലോവർ ബാക്ക് പെയിൻ വരും. ബാക്ക് പെയിൻ ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ഊര ഞെട്ടാനും, അതായത് നമ്മളുടെ ഊരയുടെ ഭാഗം അല്ലെങ്കിൽ ലോവർ
നടുവെട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഡിസ്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാണ്ട് ഓവറായിട്ട് ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാർക്ക് ഷെയിം, നാണക്കേട് മാനക്കേട് ഫീൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നെക്കിലും ഫേസിലും വല്ലാണ്ട് മാനക്കേട് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ പെരടിയിൽ നല്ല പെയിൻ ഉണ്ടാകും. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പെയിൻ ഉണ്ടാകും, ഈ ഭാഗത്ത് പെയിൻ ഉണ്ടാകും, അതുപോലെ അവിടെ ചൂട് അനുഭവപ്പെടും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചില സംഗതികൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാമെന്ന് മാത്രമല്ല, നമുക്ക് ട്രോമാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ടാവും. അതായത് നമുക്കൊരു ഉഷാറ് ഫീൽ ചെയ്യാതിരിക്കുക, ഒരു ഉന്മേഷം ഫീൽ ചെയ്യാതിരിക്കുക, സ്റ്റക്കായതുപോലെ ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കും? ഇമോഷൻസ് ഒന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ക്രോണിക് ഫാറ്റീഗ്, അതായത് ലോ എനർജി, നമുക്കൊന്നിനും ഒരു 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 എത്ര റെസ്റ്റ് എടുത്തിട്ട് എത്ര ഉറങ്ങിയിട്ടും നമുക്കൊരു ഉഷാറില്ല, ഉന്മേഷമില്ല, ഒരു എനർജി ഇല്ല, ഒന്നിനും ഒരു താല്പര്യം ഇല്ല. മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻസ്, ഫൈൻഡിങ് യുവർ സെൽഫ് ഫോർ ലൈക്ക് ഓവർ റിയാക്ട് ചെയ്യുക. ചെറിയ കാര്യത്തിന് വരെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, ചെറിയ കാര്യത്തിന് വരെ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ വരിക. ഇതിൻ്റെയൊക്കെ അൺഎക്സ്പ്ലെയിൻഡ് ഹാപ്പിനെസ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വല്ലാത്തൊരു ഭാരമുള്ളതുപോലെ ഫീൽ ചെയ്യുക, ആൻസൈറ്റി, undefined discomfort, a persistent feeling that something is off but you can't quite explain. നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ എന്താണ്? ഇമോഷൻസ് ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെതാണ്. പിന്നെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ ചെയ്യുമ്പോൾ അതിലേക്ക് നടക്കുന്നില്ല, മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നില്ല, നല്ല അവസരങ്ങൾ വരുന്നില്ല. ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം വരും, ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം വരും. ഇത് ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞ what happens? ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാകും. ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് വെച്ചാൽ തെറാപ്പി ചെയ്യുക എന്നുള്ളത്. തെറാപ്പി ആണെന്ന് വഴിയുള്ളൂ. മെഡിറ്റേഷൻ മാത്രം കൊണ്ട് നടക്കില്ല, തെറാപ്പി ചെയ്യണം. തെറാപ്പി ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ചെയ്യാം? തെറാപ്പി ചെയ്യാൻ വേണ്ടി EFT എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരുപാട് പേര് ഇപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിലവിൽ ജോയിൻ ചെയ്തിട്ടില്ല ആരെങ്കിലും ഇതുവരെ EFT ചെയ്യാത്തവർ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നീന്ന് കമന്റ് ചെയ്യാം. എനിക്ക് എത്ര പേരുണ്ടെന്ന് അറിയാം. ഇതിന് മുൻപ് ഒരു 10-15 പേരുണ്ടായിരുന്നു. ഇനി കൂടുതൽ ആൾക്കാരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം? യെസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എസ് എന്ന് കമന്റ് ചെയ്യുക. ചെയ്ത ആൾക്കാർ എസ് എന്ന് കമന്റ് ചെയ്യാം. ഓൾറെഡി അറിയുന്ന ആൾക്കാർ. അല്ലാത്തവർ എന്ത് വെച്ചാൽ മീന്ന് കമന്റ് ചെയ്യാം. ചെയ്യാത്തവർ എന്ത് ചെയ്യാം? മീന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു യെസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? എന്നായിട്ടൊന്ന് സഹകരിക്കുക. കാരണം എനിക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ പറഞ്ഞു കണ്ടിട്ട്. സോ നമ്മൾ തെറാപ്പിയിലേക്ക് കിടക്കാൻ പോകണം. അപ്പൊ അതിന് മുൻപ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, EFT എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വാട്ട് ഈസ് EFT എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് EFT എന്ന് പറയുന്നത്? ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുന്നു. ഓക്കെ, വെരി ഗുഡ്. EFT, താങ്ക് യു സോ മച്ച് ഫോർ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എല്ലാവർക്കും നന്ദി അറിയിക്കണം. എന്താണ് EFT? എന്തുകൊണ്ട് EFT? എങ്ങനെ EFT ചെയ്യണം? ഇതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഹീലിംഗ് ഇമോഷണൽ ബ്ലോക്സ് ത്രൂ ടാപ്പിംഗ്. EFT എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹീലിംഗ് മെത്തേഡാണ്. അത് എന്തിനാ ചെയ്യുന്നത്? ഇമോഷണൽ ബ്ലോക്സിന്, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസിനെ പ്രോസസ്സ് ചെയ്യാൻ, ഹീല് ചെയ്യാൻ നമ്മൾ ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ടാപ്പിംഗ് എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് ഇങ്ങനെ നല്ല ടാപ്പ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് വീഡിയോയിൽ വരും. എല്ലാവരും വീഡിയോയിൽ വരും. പ്ലീസ് ബി വീഡിയോ. നിങ്ങളെല്ലാവരും വീഡിയോയിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം, നമുക്ക് കാണാൻ പറ്റും ഇത്രയും ആൾക്കാർ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ. സോ ടാപ്പിംഗ് ഈ രൂപത്തിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നെർവസ് സിസ്റ്റം കാണിച്ചിരുന്നു അല്ലേ? അപ്പം ആ നെർവസ് സിസ്റ്റത്തിന്റെ നെർവ് എൻഡിങ്സ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഓക്കെ, സോ EFTയിൽ എന്താ പറയുന്നത്? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. വാട്ട് ഇറ്റ് ഈസ്, വൈ ഇറ്റ് വർക്ക്സ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇമോഷണൽ ഫ്രീ. EFT എന്ന് പറയുന്നത് എന്താ? പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്, പക്ഷെ സിമ്പിൾ ടെക്നിക്കാണ്. വളരെ സിമ്പിൾ ആണ്, വലിയ പണിയൊന്നുമില്ല, വളരെ റിലാക്സ് ആയിട്ടാണ് കൊണ്ടുവന്നത്. കമ്പൈൻസ് മോഡേൺ സൈക്കോളജി വിത്ത് ആൻഷ്യന്റ് ചൈനീസ് അക്യുപ്രഷർ. ചൈനീസ് മെഡിസിൻ ആയിട്ടുള്ള അക്യുപങ്ക്ചർ ചികിത്സ അറിയാലോ, അതിലെ അക്യുപ്രഷർ എന്ന് പറയുന്ന പോയിന്റ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് മോഡേൺ സൈക്കോളജിയിലെ ചില മെത്തേഡുകളും, അത് മോഡേൺ സൈക്കോളജി മെത്തേഡും അക്യുപങ്ക്ചറും ഒരുമിപ്പിക്കുക. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണെന്ത്. പക്ഷെ സൂചിയുടെ പരിപാടിയില്ല, അതായത് നീഡിൽ ഉപയോഗിച്ചിട്ടുള്ള അക്യുപങ്ക്ചറിലെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് എനർജി പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നെർവ് എൻഡിങ്സിൽ എനർജി പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ നെർവസ് സിസ്റ്റം കാം ആവുന്നു, റിലാക്സ് ആകുന്നു.
also known as tapping. It involves gently tapping on specific points that body while focusing on emotional issues. നമ്മുടെ ഇഷ്യൂസ് എന്താണോ, നമ്മുടെ പ്രോബ്ലം എന്താണോ, ആ സ്പെസിഫിക് ഇഷ്യൂ എടുക്കുക, ആ ഇഷ്യൂവിനെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒരു ഇഷ്യൂ എഴുതി വെച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ എഴുതി വെച്ച്, ഇപ്പോൾ അനുഭവിക്കുന്ന ചെറിയ ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, വലിയ ഇഷ്യൂ എഴുതരുത്. വലിയ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. വലിയ ഇഷ്യൂ എഴുതാൻ നമ്മളിപ്പം പുതുതായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വലിയ ഇഷ്യൂ എഴുതരുത്. അല്ലാത്തവരെങ്കിൽ ചെറിയ ഇഷ്യൂ എഴുതുക. ഒരു ഇഷ്യൂ എഴുതുക. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ, നമ്മൾ ആ ഇഷ്യൂവിന് ഒരു തീവ്രത കാണണം. ഓക്കെ, ആ ഇഷ്യൂവിന് ഒരു തീവ്രത കാണണം. തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ വലിയ ഇഷ്യൂ ആണെങ്കിൽ 10ൽ 10 ഉണ്ടെങ്കിൽ വലിയ ഇഷ്യൂ. മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 10ൽ 10 ഉണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആണ്. അതിൽ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. 10ൽ ഒരു 5 അതിന് താഴെയുള്ളത് എടുത്താൽ മതി. ക്ലിയർ? മനസ്സിലായോ? ചെറിയ ഇഷ്യൂ. ഓക്കെ, ചെറിയ ഇഷ്യൂ, വലിയ ഇഷ്യൂ എടുക്കരുത്. അതായത് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന അസുഖങ്ങളല്ല എടുക്കേണ്ടത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ടെൻഷൻസ്, വിഷമങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത്. അസുഖമൊക്കെ നമുക്ക് കുറച്ച് വലിയ ഇഷ്യൂ ആണ്. കാരണം അസുഖം അങ്ങനെ ഒറ്റയടിക്ക് എടുക്കാൻ പാടില്ല. അത് നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എടുത്ത്, ചെറിയ ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കുണ്ടായി, അല്ലെങ്കിൽ മക്കള്, ചെറിയ ചെറിയ സംഗതികൾ, വലിയ പിണക്കങ്ങളല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ എക്സാമിന് പേടി വന്നു, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ. അതല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഗതികൾ എടുത്തോ, എഴുതി വെച്ചോ. അതിൻ്റെ ഒരു 10ൽ 5 എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും അതിന്? നല്ലോണം തീരെ പേടിയില്ലെങ്കിൽ, തീരെ വിഷമമില്ലെങ്കിൽ 0, കുറച്ചുണ്ടെങ്കിൽ 1 ഉള്ള, അങ്ങനെ 1, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലോണം ഉണ്ടെങ്കിൽ 10 ആണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടത്, ഇപ്പം നിങ്ങൾ എടുക്കേണ്ടത് 5ന് താഴെയുള്ള ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു വിഷമം. ഓക്കെ, ദേഷ്യം വന്നൊരു കാര്യം, ചെറിയ ഇറിറ്റേഷൻ വന്ന കാര്യമായിരിക്കാം, ഒരു വിഷമം വന്ന കാര്യമായിരിക്കാം, സങ്കടം വന്നൊരു കാര്യമായിരിക്കാം, നിങ്ങളെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. മക്കൾ എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നോട് അങ്ങനെ ചെയ്തത്, ചെറിയ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയൊരു തലവേദന. നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ തലവേദന ഒരു 10ൽ 3, 4, 5 ഒക്കെ ഫീൽ ചെയ്യുന്ന തലവേദന, അല്ലെങ്കിൽ ഒരു ഷോൾഡർ പെയിൻ. എടുത്തോ. റെഡിയാണോ? റെഡിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 6 എന്ന് കമന്റ് ചെയ്യും. RD എന്ന് കമന്റ് ചെയ്തു. റെഡിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ, എന്താണ്? ഓക്കെ, എടുത്തോളൂ കേട്ടോ. RD എന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് നമ്മൾ ഹീൽ ചെയ്യാൻ പോകണം. നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി തരാം. ആ ഒരു പ്രശ്നം ഒറ്റയടിക്ക് ഹീൽ ചെയ്ത് തരാം. എത്ര പേര് ഇത് അനുഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, ഞാൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എടുത്തല്ലോ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഇഷ്യൂ ഒക്കെ എടുത്ത് റെഡിയല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇവിടെ 110 ആൾക്കാരുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, 109 ആൾക്കാരുണ്ട്, ഞാൻ ഒഴികെ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് കമൻറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? അപ്പോൾ ഇതാണ് സംഗതി. തിങ്ക് ഓഫ് ഇമോഷണൽ അക്യുപങ്ക്ചർ വിത്തൗട്ട് നീഡിൽസ്. എന്താണ് സംഭവം? EFT കണ്ടെത്തിയ ആരാണ്? ഇദ്ദേഹമാണ്. EFT ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1990s കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. മനസ്സിലായോ? 1990കളിലാണ് ഇത് കണ്ടെത്തിയത് പുള്ളി. ബേസ്ഡ് ഓൺ തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി, റോജർ കാലഹാൻ എന്ന് പറഞ്ഞ ഒരാൾ TFT, അതായത് തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം റോജർ കാലഹാൻ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടക്ട് ചെയ്യുന്നത് പോയിട്ട് ഇയാൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇയാൾ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ പഠിക്കുകയും പിന്നെ അക്യുപങ്ക്ചറിലെ ചില സംഗതികൾ മനസ്സിലാക്കിയപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഏത് ഒരു സിംപ്ലിഫൈഡ് പ്രോസസ്സ് ഉണ്ടാക്കി ആർക്കും വീട്ടിലിരുന്ന് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാക്കി ഇതിനെ മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർ ബിലീഫ് എന്താ വെച്ചാൽ, കോസ് ഓഫ് ഓൾ നെഗറ്റീവ് ഇമോഷൻ ഇസ് എ ഡിസറപ്ഷൻ ഇൻ ദ ബോഡി എനർജി സിസ്റ്റം. അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും കാരണം ബോഡിയിലുള്ള എനർജി സിസ്റ്റത്തിൽ തകരാറ് സംഭവിച്ചതാണ്. അത് പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. നമ്മുടെ ശരീരത്തിൽ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ശരീരത്തിലൂടെ എനർജി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ഈ എനർജി ഒഴുകുന്നതിനനുസരിച്ചാണ് നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നത്. നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്, മെറ്റാബോളിസം, ഭക്ഷണം ദഹനം നടക്കുന്നത്, നമ്മൾ ഉറങ്ങുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, ഇതെല്ലാം. ഇതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമ്മുടെ ചിന്തകൾ എന്തെങ്കിലും കൂടും. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്ത് പോകുന്നത്, ഈ എനർജി ഒഴുകുന്നത്. അപ്പോൾ ഈ എനർജി ഒഴുകുന്നതിന് അതിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇദ്ദേഹം അത് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ തെറാപ്പിസ്റ്റുകളും ട്രോമ ഹീൽ ചെയ്യുന്ന ആൾക്കാരും മറ്റുള്ള സംഗതികളൊക്കെ ഇവരെന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു
മെത്തേഡ് ഉപയോഗിക്കാനും ഇദ്ദേഹം ഒരുപാട് പേരിൽ അദ്ദേഹത്തിന്റെ പേര് കാൾ റോസ് എന്നാണ്. അപ്പോൾ ഞാനത് തായ്ലൻഡിൽ പോയിട്ടാണ് ഇത് പഠിച്ചത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഭയങ്കരമായിട്ട് ഷിഫ്റ്റാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് പേരുടെ ലൈഫിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ 20 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പ്രശ്നം കംപ്ലീറ്റ്ലി പോയി. അതേപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന മറ്റൊരു സംഗതിയാണ്, എൻ്റെ വായിൽ പുണ്ണ് വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഒരൊറ്റ തെറാപ്പി കൊണ്ട് പോയി. അതാണ് ഇതിൻ്റെ പവർ കേട്ടോ. ഇത്രയും പവർഫുള്ളാണ്. വേറെ ആൾക്കൊക്കെ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുക സ്റ്റോറീസ്? സൈന, ക്യാൻ യു ഷെയർ എ സ്റ്റോറി, എ ക്വിക്ക് സ്റ്റോറി? സൈനയുടെ എന്ത് ബുദ്ധിമുട്ടാണ് മാറിയിട്ടുള്ളത് പെട്ടെന്ന്? എനിക്ക് കൈവേദന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കൈവേദന ഉണ്ടായിരുന്നു. പിന്നെ ബോഡി പെയിൻ ഓൾറെഡി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ഷീണം വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഹെവി വെയിറ്റ് എടുത്തിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ഈ ഒരു കൈവേദന വരാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എടുത്ത് ഹീൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ വരും. അത് ഹീൽ ചെയ്ത് കളയുമ്പോൾ പോവും. ഭയങ്കര മിറക്കിളാണത്. ഓക്കെ. സോ എത്ര കാലമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നത്? അത് മോളുടെ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ, ഇപ്പം മോൾക്ക് 5 വയസ്സായി. 5 വർഷമായിട്ട് ഞാൻ ഈ ഒരു കൈവേദനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് എവിടെയൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മാറാത്ത സംഗതിയാണ് മാറിയത്. മനസ്സിലായോ? Yes, അപ്പൊ ഇതൊരു yes. ചെറിയൊരു സ്റ്റോറി. താങ്ക് യു. സൈന നമ്മുടെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതേപോലെ ഒരുപാട് പേര് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിൽ വിശ്വാസം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ സിൻസിയറായിട്ട് ചെയ്യണം. ഇതേപോലെ ഒരാളാണ് റസാഖ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മോളുടെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? മോളുടെ എത്രത്തോളം കിഡ്സ് EFTയിൽ മോള് പങ്കെടുക്കുകയും മോൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതൊക്കെ മാറിയില്ലേ റസാഖ് സാർ? എന്താണ് അവസ്ഥ? അതൊക്കെ മാറിയൊക്കെ കുഴപ്പമില്ല, അവർക്ക് ഉഷാറായിട്ടുണ്ട്. ഉഷാറായി. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് ബന്ധവും നല്ലോണം ഉഷാറായില്ലേ? നല്ല സ്ട്രോങ് ആയി, ഒക്കെ വളരെ ഹാപ്പിയായി. വളരെ ഹാപ്പി. ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയാമോ? ആദ്യത്തെ പറയണ്ടല്ലോ, അത്രക്കും ഒരുപാട് പറയാൻ തന്നെ ഇല്ല, അത്രക്കും പ്രയാസം തന്നെയായിരുന്നു. അത്രയും പ്രശ്നത്തിലായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം മാറി നല്ല രീതിയിലേക്ക് ഹാപ്പി. മോളിപ്പോ നല്ലോണം പഠിക്കുന്നില്ലേ? നല്ല പഠിക്കുന്നുണ്ട്, നല്ല ഇതാണ്, ആക്റ്റീവാണ്, ഉഷാറാണ്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ കിഡ്സ് EFT എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു EFT പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ EFT പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതേപോലെ റസാഖ് സാർ ഇതിന്റെ കൂടെ തന്നെ റസാഖ് സാർ നമ്മുടെ മെയിൻ EFT പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ സ്റ്റോറി ഉണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെയുള്ള സ്റ്റോറീസ്, നിങ്ങൾക്ക് എന്താ മാറിയത്? ഒറ്റ കമന്റ്, പങ്കെടുത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ചാറ്റിൽ ഒന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾക്ക് എന്താണ് മാറിയത് ഒന്ന് കമന്റ് ചെയ്തോളൂ. ചാറ്റിൽ കമന്റ് ചെയ്തോളൂ, നമുക്ക് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ചാറ്റിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് എന്ത് മാറി. സാർ എൻ്റെ കയ്യിൻ്റെ സ്റ്റൊമക് പെയിൻ, എനിക്ക് എൻ്റെ സ്റ്റൊമക് പെയിൻ മാറി. വെരി ഗുഡ് സനീറ. മാറിപ്പോയി. പിന്നെ തലമിന്നൽ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് തലമിന്നൽ വരുന്നു. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു സമീറ? അതുകൂടെ പറഞ്ഞോളൂ. അതെല്ലാം മാറി. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ചെസ്റ്റ് പെയിൻ മാറി. ഓക്കെ മിസ് റിയ, എത്ര വർഷമായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര കാലമായിട്ടുണ്ടായിരുന്നു? അത് മാറി. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ മാറി. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി. റഷീദാമ്മൻ പറയുന്നു റിലേഷൻഷിപ്പിൽ, റഷീദാമ്മന്റെ സ്റ്റോറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ്. റഷീദാമ്മന്റെ സ്റ്റോറി കംപ്ലീറ്റ്ലി മാറിയതാണ്, വലിയ രീതിയിലേക്ക് ഹീലായിട്ടുണ്ട്. ഫാമിലി ഇഷ്യൂസിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എന്താണോ നിങ്ങൾക്ക് ഉണ്ടായത് അത് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവർക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ഹീലിംഗിലേക്ക് ഇനി പോകാം. സോ എന്താണ് EFT എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ എനർജി മെറീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എനർജി പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, സെയിം പാത്വേസ് യൂസ്ഡ് ഇൻ അക്യുപങ്ക്ചർ. അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ട്രോമ അനുഭവിക്കുമ്പോൾ നമ്മുടെ മെറീഡിയൻ പോയിന്റ്സ് അല്ലെങ്കിൽ എനർജി മെറീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ നെർവസുകളിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യും, അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. നാടിയിലൂടെയാണ് എനർജി ഫ്ലോ ചെയ്യുന്നത്. ഈ എനർജി ട്രോമ അനുഭവിക്കുമ്പോൾ ഈ ഫ്ലോ ബ്ലോക്ക് ആവും. നമ്മളെന്താ ചെയ്യുന്നത്, ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഫ്ലോ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് റിമൂവ് ചെയ്യും. ഇത് എനർജി വീണ്ടും പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശരീരം വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ബ്രെയിനിന്റെ അടുത്തത് എന്താണ്, ബ്രെയിനിന്റെ റെസ്പോൺസ് ആണ്. ടാപ്പിംഗ് ഓൺ ദിസ് മെറീഡിയൻ പോയിന്റ്സ്, നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കാമിങ് സിഗ്നൽസ് സെൻഡ് ചെയ്യും ബ്രെയിനിനെ കാമാക്കും. ആൻഡ് അതെന്ത് ചെയ്യും, അമിഗ്ഡല എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ.
നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി ഫൈറ്റ് ഓർ മോഡിലേക്ക് പോയി സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാധനമാണ്. ഇതാണ് ഓവർ തിങ്ക് ചെയ്യിക്കുന്നത്. അമിഗ്ഡല എന്ന് പറയുന്ന ബ്രെയിൻ്റെ പാർട്ടാണ് ഓവർ തിങ്ക് ചെയ്യിക്കുന്നത്. ഇത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് കാമാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യും? നമ്മുടെ അമിഗ്ഡല നമ്മുടെ ശരീരത്തോട് പറയുന്നത്, അല്ലെങ്കിൽ ബ്രെയിനോട് പറയും ഇറ്റ്സ് ഓക്കെ, സേഫ് ആണെന്നുള്ളത് അമിഗ്ഡലയ്ക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ സേഫ് ആണെന്നുള്ള ഫീലിംഗ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മൾ എനർജി വീണ്ടും, അപ്പോൾ ഇമോഷണൽ റിലീസ് അവിടെ നടക്കും. നമ്മുടെ ബോഡി സേഫ് ആണെന്ന് ഫീൽ ചെയ്യും തോറും ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആകെ ഹീലിംഗ് എപ്പോഴാണ് നടക്കുക? നമ്മുടെ ഇമോഷണൽ ചാർജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പറഞ്ഞ നെഗറ്റീവ് ചാർജ് സ്റ്റക്കായി കിടക്കുന്നത്, ആ സ്റ്റക്കായി കിടക്കുന്നത് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒഴുകാൻ തുടങ്ങും. അത് ഒഴുകാൻ തുടങ്ങുന്ന ഇമോഷണൽ ചാർജ് കുറയും. അതിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, എന്ന് പറഞ്ഞൊരു അവസ്ഥ, സ്ട്രെസ് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനർജി ഫ്ലോ ആയിട്ട് കഴിയുമ്പോൾ ആ ഒരു എനർജി അവിടെ റിലീസായി ഫ്രീ ആവുന്നതോടുകൂടി ബോഡിയിൽ നിന്ന് അതിൻ്റെ നെഗറ്റീവ് എനർജിയൊക്കെ എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയും അത് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലാക്സ് ആയിട്ട് പോവുകയും ചെയ്യും. സോ ട്രോമ റിലീസ് നടക്കും. അതിനെന്താ വേണ്ടത്? ബ്രെയിൻ കാം ആവണം, ശരീരം സേഫ്റ്റി ഫീൽ ചെയ്യണം. അപ്പം ശരീരം സേഫ്റ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണെന്ത്? EFT എന്ന് പറയുന്ന ടൂള്. മനസ്സിലായല്ലോ? അപ്പോൾ EFTയിൽ എന്താണ്? നമുക്ക് കുറേ പോയിന്റ്സുകളുണ്ട്. ഈ പോയിന്റ്സുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഐബ്രോ, ഓക്കെ, സൈഡ് ഓഫ് ദ ഐസ്, അണ്ടർ ദ ഐസ്, അണ്ടർ ദ നോസ്, അണ്ടർ ദ ചിൻ, കോളർ ബോൺ. ഇവിടെ കോളർ ബോൺ കാണും, ആ കോളർ ബോണിന്റെ താഴെ, then under the arms, okay, and on top of that 3 പോയിന്റ്സുകളുണ്ട്. ഓക്കെ, ഈ പോയിന്റ്സുകളിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പിക്ചറിലേക്ക് നോക്കണ്ട കേട്ടോ, അവിടെ നോക്കണ്ട. അവിടെ നിങ്ങൾക്ക് പിക്ചർ കൺഫ്യൂസിങ് ആണ്, അവിടെ നോക്കണ്ട. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ മതി. ഇത് AI ക്രിയേറ്റ് ചെയ്ത പിക്ചറാണ്. AI ഈസ് ലൈക്ക് ഓക്കെ, ഞാൻ ജസ്റ്റ് കൊടുത്തപ്പോൾ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് തന്നുള്ളൂ. സോ മെയിൻലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ്, ഈ പോയിന്റ്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇതിന് ടാപ്പ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ നമുക്ക് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇത് സ്റ്റോർ ചെയ്തത്? വൈ ട്രോമ ഗെറ്റ് സ്റ്റോർഡ് ഇൻ ബോഡി സ്റ്റോർസ് ഇമോഷൻസ് ദാറ്റ് വർ ടു ഓവർവെൽമിംഗ് ടു പ്രോസസ് എന്ന്. ട്രോമ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത്. ലോജിക്കലി അത് മനസ്സിലാക്കാൻ ശരീരത്തിന് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മളൊക്കെ എന്താ ചെയ്യാം? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ മാറ്റി വെക്കും. എസോർണ നമ്മുടെ ബോഡിക്ക് ഷോക്കായിട്ട് വരുമ്പോൾ ബോഡി പേടിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ വേദനിക്കുകയാണ് ചെയ്യുക. ഇത് ബോഡിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ബോഡി എന്ത് ചെയ്യും? അതവിടെ കിടക്കട്ടെ. ക്ലിയർ ആണ്? അപ്പൊ ദേഷ്യം എല്ലാം സ്റ്റോർ ചെയ്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ മനസ്സിലായോ? സങ്കടമൊക്കെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ഇവിടെ, ഈ ഭാഗത്താണ്. പേടിയെല്ലാം കൊണ്ടുവയ്ക്കുന്നത് ഇവിടെ. ഇങ്ങോട്ട് ഇങ്ങനെ കുറേ ഓരോ സാധനത്തിനും ഓരോ അറകളെ പോലെ ഓരോ അവയവങ്ങളിലേക്ക് ഓരോ ഭാഗത്തേക്കാണ്. നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി നോക്കിക്കോ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്വപ്നത്തിന്റെ പിറകെ പോകാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാൽവേദന ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ലെഗ് പെയിൻ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ സഹായിക്കുന്നതാണ് കാലുകൾ. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കും. അപ്പം ബോഡിക്ക് എന്താ വെച്ചാൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ബോഡിക്ക് ഇഷ്ടമില്ല. മനസ്സിലായോ? അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, താല്പര്യപ്പെടില്ല. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് വല്ലാണ്ട് ടെൻഷൻ വരുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കില്ല. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? എടുത്ത് പ്രോസസ് ചെയ്ത് ഹീൽ ചെയ്ത് ചെയ്യാൻ പറ്റണം. അതിനെന്ത് ചെയ്യണം? ബോഡിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യണം. ബോഡി ത്രെട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ പേടിയില്ലാതെ കാമായിട്ട് ധൈര്യത്തിലല്ലേ ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ കഴിയുള്ളൂ. പേടിച്ചു കഴിഞ്ഞാൽ പറ്റൂല. അപ്പം ബോഡിയും അത് തന്നെയാണ്, നിങ്ങളുടെ ബോഡി തന്നെയാണ്. നിങ്ങൾക്ക് പേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് പറ്റില്ല. ഒരാൾ ഇവിടെ കമന്റ് ചെയ്തിട്ട്, അനസ് കമന്റ് ചെയ്തിട്ടുണ്ട്, ഓവർ തിങ്കിങ് മാറി പാനിക് അറ്റാക്ക് മാറി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെ നമ്മുടെ ശരീരം ഈ രൂപത്തിൽ ഓരോന്നും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോർ ചെയ്യുന്നതിന് റിലീസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലായല്ലോ? പ്രോസസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശരീരത്തിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു കാണുമോ? നമ്മൾ കാണുന്നത് ശരിയായിരിക്കുമോ?
പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അങ്ങ് വിളിച്ചോളൂ. നമുക്ക് രക്ഷപ്പെടാനേ തോന്നുള്ളൂ. നമുക്കത് വേണ്ട. അതിപ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എനിക്കത് ആലോചിക്കാൻ വേണ്ടി ആൾക്ക് ബേജാറാകുന്നു, വല്ലാണ്ട് ഇടങ്ങേറാകുന്നു, വിഷമമാകുന്നു, സങ്കടമാകുന്നു, അല്ലേ? ഇത് തന്നെയാണ് ശരീരത്തിന് സംഭവിക്കുക. ശരീരത്തിന് ആ ഇമോഷൻ പ്രോസസ് ചെയ്യാൻ കഴിയില്ല. ശരീരം കൊണ്ടിട്ട് അത് ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ക്ലിയർ? ഞാൻ എത്ര കാലം പേടിച്ചു. അപ്പൊ ആ ഭാഗം എന്തായാലും ആ ഭാഗത്തെ എനർജി ബ്ലോക്ക്ഡ് ആണ്. ആ ഭാഗം അല്ലാണ്ട് ടയർഡായി വീക്ക് ആയിട്ടുണ്ട്. അവിടെ അസുഖം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫിയർ കയറിയിട്ടുണ്ട്, പാനിക് കയറിയിട്ട് നിങ്ങൾ അസ്വസ്ഥനായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ഭയങ്കരമായിട്ട് പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ഒക്കെ ഉണ്ടായപ്പോൾ എനിക്ക് എപ്പോഴും ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തണോ, എന്നെ കുറ്റപ്പെടുത്തണോ, എന്നെ കുറ്റപ്പെടുത്തണോ, എന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും അസിഡിറ്റി പ്രശ്നം വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളോട് സംസാരിക്കുന്നു. ഇത് ഹീൽ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? EFT എങ്ങനെ റിലീസ് ചെയ്യുന്നത്? നമ്മൾ സ്ട്രെസ് കുറയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ EFT അല്ലെങ്കിൽ സ്റ്റക്ക് എനർജി എങ്ങനെ ഹീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്ട്രെസ് കുറയുമ്പോൾ ലോ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ഹോർമോൺ കൂടുക ചെയ്യുക. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് കുറയും. സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയും. മെമ്മറീസ് പ്രോസസ് ചെയ്യാൻ തുടങ്ങും. കാം ദ ഇമോഷണൽ ചാർജ് ഓഫ് പെയിൻഫുൾ മെമ്മറീസ്. പെയിൻഫുൾ ആയിട്ടുള്ള ഭയങ്കര വേദനാജനകമായിട്ടുള്ള മെമ്മറീസ് ഉണ്ടെങ്കിൽ അതിന്റെ ചാർജ് എന്ത് ചെയ്യും? അതിന്റെ ഇമോഷണൽ ചാർജ് കാമാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫൈൻഡ് ബാലൻസ്. ഒരു ബാലൻസ് കൊണ്ടുവരും ശരീരത്തിൽ. ഇമോഷണൽ ബാലൻസ്. എന്താ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഒരു സന്തുലിതാവസ്ഥ, ഒരു സമാധാനമുള്ള അവസ്ഥ, ഒന്നും ഓവർ അല്ലാത്ത അവസ്ഥ. ഭയങ്കര ദേഷ്യമില്ല, ഭയങ്കര സന്തോഷവും ഭയങ്കര വിഷമവും ഭയങ്കര, മനസ്സിലാകുന്നുണ്ടോ? അല്ലാത്ത ദുഃഖവും അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ കാമായിട്ടുള്ള ഒരവസ്ഥ. സോ അതേപോലെ തന്നെ ക്രിയേറ്റ് സ്പേസ് ഫോർ ക്ലാരിറ്റി ആൻഡ് പീസ്. നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിനൊരു ക്ലാരിറ്റി വരും. ചിന്തിക്കാൻ കഴിയും. ശരീരത്തിന്, ബ്രെയിന് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ബ്രെയിൻ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഇമോഷനെ പ്രോസസ് ചെയ്ത് ക്ലിയർ ചെയ്യും. ഇമോഷൻ പ്രോസസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്താണെന്നറിയോ? നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? നല്ല സ്വപ്നങ്ങൾ, കാമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ കാണാത്ത ഉറക്കമുണ്ട്. ഡീപ്പ് സ്ലീപ്പ് ഉണ്ട്, ദെൻ REM സ്ലീപ്പ് ഉണ്ട്. REM സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ട്രോമ അനുഭവിച്ച ആൾക്കാർക്ക് REM സ്ലീപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ REM സ്ലീപ്പ് തകരാറിലാണ്. എന്താണ് REM സ്ലീപ്പ്? റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ്, നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ കണ്ണിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കണ്ണിങ്ങനെ ചലിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ണടച്ച് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ കുറേയൊക്കെ നിങ്ങൾ എന്താണ്, ബോഡി സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഹീലിംഗ് നടക്കുന്നുണ്ട്. ഇമോഷൻസ് സ്വപ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രോമ പ്രോസസ്സ് ചെയ്യുന്ന, ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്ന സംഗതികളാണ് എന്ത്? സ്വപ്നം കാണൽ എന്ന് പറഞ്ഞാൽ. ബ്രെയിൻ എന്ത് ചെയ്യണം? അടുക്കി വെക്കുകയാണ് ഓരോ സംഗതികളും. അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് പേടിച്ചിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ദുസ്വപ്നങ്ങൾ കൂടുതൽ കാണും. ട്രോമ വല്ലാണ്ടുള്ള ആൾക്കാർ ദുസ്വപ്നങ്ങൾ വല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കും. ബോഡിയിൽ ഫിയറും ഇൻസെക്യൂരിറ്റിയും പെയിനും, ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുക, ഫാമിലിയിൽ നിന്ന് ഒളിച്ചോടുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്ന് വെച്ചാൽ ആൾക്കാരോട് സംസാരിക്കാതിരിക്കുക, അത് സോൾവ് ചെയ്യാതിരിക്കുക, അതിന് ഉത്തരവാദിത്തങ്ങളെ ഫേസ് ചെയ്യാതിരിക്കുക, ഉത്തരവാദിത്തങ്ങളൊന്നും ഒളിച്ചോടുക, തെറ്റുകൾ ചെയ്യുക, കുറ്റബോധം കൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാകും? ഭയങ്കരമായിട്ടുള്ള പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഇവർ കണ്ടുകൊണ്ടിരിക്കും. കാരണം ഈ ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ ബോഡി എന്ത് ചെയ്യും? കാമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ബോഡി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ചില ഇത്തരത്തിലുള്ള വലിയ പെയിൻ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിലേക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യും? ഹീലിംഗിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പേടിച്ചിട്ട് ബോഡി അമിഗ്ഡല ആക്ടിവേറ്റഡ് ആവും, പേടിക്കും, ഉറക്കത്തിൽ ഞെട്ടും, ഉണരും, അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണും, ബുദ്ധിമുട്ട് അനുഭവിക്കും. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഹീൽ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് REM സ്ലീപ്പ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ബോഡിയെ കാമാക്കിയിട്ട് ഹീൽ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാൽ അടിപൊളിയായിരിക്കും. പുതിയ അറിവാണോ? ഇസ് ഇറ്റ് എ ന്യൂ നോളജ്? യെസ്, യാ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. അപ്പൊ ഗുഡ് സ്ലീപ്പ് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ REM സ്ലീപ്പ് എന്നതിനെ പറയാം റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. നമ്മൾ സ്വപ്നം കാണണം. അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രോമ വല്ലാണ്ട് അനുഭവിച്ച ആൾക്കാർ എന്ത് ചെയ്യും? മദ്യം കഴിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മയക്കുമരുന്ന് ഉപയോഗിക്കും. എന്തിനും? ഉറങ്ങാൻ. അതെന്തിനാ? അപ്പൊ അതെന്താ വെച്ചാൽ നമ്മളെ ബോഡി പാനിക് മോഡിലേക്ക് പോകാതെ ഈ REM സ്ലീപ്പ് കട്ട് ചെയ്ത് പോകും. അപ്പൊ എന്താ സംഭവിക്കും? ഇവരുടെ ഇമോഷൻസ് തീരെ പ്രോസസ്സ് ചെയ്യില്ല.
എന്ത് സംഭവിക്കുക? ഇവർ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഒളിച്ചുകൂടുകയാണ് ചെയ്യുന്നത്. ബോഡിയെ ഒറ്റയടിക്ക് തളർത്തുകയാണ് ചെയ്യുന്നത്. പ്രോസസ് ചെയ്യാൻ കഴിയില്ല ബ്രെയിൻ. സ്വപ്നങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഒറ്റയടിക്ക് ഡീപ് സ്ലീപ്പിലേക്ക് പോയിട്ട് അങ്ങ് ഉറങ്ങി. പക്ഷെ രാവിലെ എണീറ്റാലും ഇതിന്റെ ക്ഷീണം, ബുദ്ധിമുട്ട്, പെയിനൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് സംഭവിക്കരുത്. ഉറക്കം നഷ്ടപ്പെടുന്നതും എന്താണ്? നല്ല ട്രോമ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഉറക്കം കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാം? ടാപ്പിംഗിലേക്ക് പോവാം. റെഡി? നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ആദ്യം റൗണ്ട് ടാപ്പ് ചെയ്യാം. റെഡിയാണോ? ഇഫ് യു ആർ റെഡി ഫോർ ടാപ്പിംഗ്, RT എന്ന് കമന്റ് ചെയ്യാം. RT. ഓക്കെ, റെഡി ഫോർ ടാപ്പിംഗ്. ജസ്റ്റ് കമന്റ്. ഓക്കെ, ജസ്റ്റ് കമന്റ്. രണ്ടക്ഷരമേ ഉള്ളൂ. RT. ഓക്കെ, വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. റഹീബ് ഈസ് ലൈക്ക് ഓൾവേസ് there. Okay, on. Fantastic. Okay, very good, very good. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് ചെയ്യാം? പതുക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, റെഡി? ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ടാപ്പിംഗിലേക്ക് കിടക്കാം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നല്ല ടാപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ പ്രശ്നമുണ്ടല്ലോ. ഏതാ പ്രശ്നം? ആ എഴുതി വെച്ച പ്രശ്നം. അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും എന്ന് അത് ആലോചിച്ചിട്ടുള്ള അത് ചിന്തിക്കുമ്പോൾ ഒരു വിഷമം വരുന്നു. ദേഷ്യമായിരിക്കാം, വിഷമമായിരിക്കാം, സങ്കടമായിരിക്കാം, ദുഃഖമായിരിക്കാം, പേടിയായിരിക്കാം. എന്ത് ഇമോഷനാണ് വരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കാം കേട്ടോ. ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ കൂടെ ടാപ്പ് ഇങ്ങനെയാണ്. ഈ ഭാഗമാണ് ടാപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ജസ്റ്റ് ടാപ്പ് ചെയ്യാം. എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം, ഞാൻ എൻ്റെ 10-ൽ 5 അല്ലെങ്കിൽ 5-ന് താഴെയുള്ള, 10-ൽ 4 2 3 ഇത്രയും പറയാം. അത് പറയാം കേട്ടോ. ഞാൻ പറയുന്ന പോലെ നിങ്ങളെ കേൾക്കാൻ പറയാം. 10-ൽ 4 അല്ലെങ്കിൽ 10-ൽ 5 എത്ര നമ്പർ അത് പറയാം. ആ ഒരു പ്രശ്നം, പേടിയാണെങ്കിൽ പേടി, ആ ഒരു പേടി അതെൻ്റെ ശരീരത്തിലുണ്ട്. അല്ലെങ്കിൽ തലവേദനയാണെങ്കിൽ തലവേദന, തലവേദന എവിടെയാണ് ശരീരത്തിൽ അത് ഫീൽ ചെയ്യുന്നത് കൂടി ചോദിക്കാം. ഓക്കെ, എവിടെയാണ് ശരീരത്തിൽ അത് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ശരീരത്തിൽ എവിടെ ഫീൽ ചെയ്യുന്നത്? അതിൻ്റെ ഒരു അസ്വസ്ഥത ഇവിടെയാണോ, ഷോൾഡറിലാണോ, കൈകളിലാണോ, നെറ്റിയിലാണോ, തലയിലാണോ, തലയുടെ ഫ്രണ്ടിലാണോ, സൈഡിലാണോ, മുകളിലാണോ? എവിടെയാണ് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത്? ഓക്കെ, അത് ചോദിക്കാം. അപ്പൊ ശരീരത്തിൽ ഇന്ന സ്ഥലത്ത് ഫീൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്തോന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും ശരീരത്തിൽ. അതിൻ്റെ ഒരു അസ്വസ്ഥത ജസ്റ്റ് ഗസ് ചെയ്താൽ മതി കേട്ടോ. ഫീൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം എനിക്കുണ്ടെങ്കിൽ പോലും ടോപ്പ് ഓഫ് ദ ഹെഡ് ടാപ്പ് ചെയ്യുക. ഇനി ഐ ലവ് മൈ സെൽഫ്. ഫസീല ചെസ്റ്റിലാണെന്ന് പറഞ്ഞു അല്ലേ? ചെസ്റ്റിലാണെങ്കിൽ ഓക്കെ, എൻ്റെ ചെസ്റ്റിൽ ഫീൽ ചെയ്യുന്നു ആ ഒരു പ്രശ്നം, ആ ഒരു വിഷമം എനിക്ക് അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ അംഗീകരിക്കും. ഐ നോട്ടീസ് ദ ആ ഒരു പ്രശ്നം എനിക്കുണ്ട്, അത് ഞാൻ അംഗീകരിക്കും. അടുത്തത് ഐബ്രോ പാലിനാപ്പ്. ഈ ഒരു പ്രശ്നം എനിക്കുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നു. ഐ ലവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്, ഐ forgive myself completely, genuinely, sincerely. സൈഡ് ഓഫ് താഴ്ച ടാപ്പ് ചെയ്യുക. ഇനി പറയുക, ഈ പ്രശ്നം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഈ പ്രശ്നം എനിക്കുണ്ടെങ്കിൽ പോലും സത്യസന്ധമായി, ആത്മാർത്ഥമായി, അഗാധമായും പരിപൂർണമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഇനി പതിയെ എന്ത് ചെയ്യാം? ടേക്ക് എ ഡീപ് ബ്രെത്ത്. ബ്രീത്ത് ഇൻ ഡീപ്ലി. Breathe in deeply and breathe out. Okay? ഇനി അണ്ടർ ദ ഐസിൽ ടാപ്പ് ചെയ്യും. ഈ ഒരു വിഷമം ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. 2 വിരലുകൾ ഉപയോഗിച്ച് ടാപ്പ് ചെയ്യാം. ഈ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ലെറ്റ് ഗോ. ഇത് ലെറ്റ് ഗോ ചെയ്യാം, വിട്ടുകളയാം. ഐ ചൂസ് ടു ലെറ്റ് ഗോ.
ഈ പ്രശ്നം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഐ എക്സ്പീരിയൻസ്ഡ് എ ലോട്ട് ഓഫ് പെയിൻ. ഒരുപാട് വേദന, ഒരുപാട് ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു ചെറിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട്. എന്തായാലും ഇപ്പം എനിക്ക് വന്നിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വിഷമം ഞാൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സമാധാനമാണ് വേണ്ടത്. എനിക്ക് സമാധാനമാണ്. അണ്ടർ ദ നോസ് ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു. എൻ്റെ ചിന്തകൾ കുറയണം. എൻ്റെ നെർവസ് സിസ്റ്റം കാമാവണം. എൻ്റെ നാഡീവ്യൂഹം കാമാവണം. എൻ്റെ ശരീരത്തിൽ, എൻ്റെ ബ്രെയിനിൽ അമിഗ്ഡല എന്ന് പറയുന്നത് കാമാവണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷമം ഞാൻ വിട്ടുകളയുന്നു. അതിലൂടെ എൻ്റെ ശരീരത്തെ ശാന്തമാക്കാൻ പറ്റും. ശാന്തമാക്കുന്നതിലൂടെ എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഈ ഒരു വേദനയുമായി ബന്ധപ്പെട്ടുള്ള ട്രോമ എത്ര വലുതാകാം ചെറുതാകാം, അത് ഹീൽ ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നു. അത് എൻ്റെ ശരീരത്തിൽ വിട്ടുപോകുന്നു. ഐ ചൂസ് ടു ഹീൽ. അണ്ടർ ദ ലിപ്സ് ചെയ്തില്ല, കഴിഞ്ഞതിന് ശേഷം അണ്ടർ ദ കോളർ കേട്ടോ, കോളർ. സോ ഐ ആം സേഫ്. ഞാനിപ്പോൾ സേഫാണ്. എൻ്റെ ശരീരം ഹീൽ ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നു. എൻ്റെ ശരീരം ഹീൽ ചെയ്യാൻ എൻ്റെ ശരീരത്തെ ഞാൻ അനുവദിക്കുന്നു. Allow my body to relax and release the pain. I am calm. I am relaxed. I love myself. I accept myself. I forgive myself completely, genuinely, sincerely, deeply. Next. I am healing. I am healing. I am safe. I am healing. I am safe. Okay. ഇത്രയും ഹാപ്പിയാ കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്യാം. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ വളരെ കാമം. ഞാൻ വളരെ റിലാക്സ്ഡ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഐ എം സോറി. പ്ലീസ് forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. അല്ല, ദൈവത്തോട് പറയുക, നിങ്ങൾ വിശ്വസിക്കുന്ന വിഷയം അവിടെ പറയും, ഞാൻ ചെയ്ത എന്തെങ്കിലും ചിന്തകൾ കൊണ്ടായിരിക്കാം, തെറ്റുകൾ കൊണ്ടായിരിക്കാം, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. പ്ലീസ് forgive me. Thank you. Love. പതിയെ കൈകൾ വൈബ്രേറ്റ് ചെയ്യുക. കൈകൾ വൈബ്രേറ്റ് ചെയ്യുക. ദേഹത്ത്, കവളത്ത് എല്ലാം വയ്ക്കുക. തടവുക. റിലാക്സ്ഡ് ആയിട്ട് തിരിച്ചു വരിക. ഓക്കെ. And how do you feel now? What is your feeling? ആ പ്രശ്നം, ആ വിഷമം മാറിയോ? ആ സങ്കടം മാറിയോ? സങ്കടത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയോ? ആ വിഷമത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയോ? അത് കുറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. 10 എത്രയുണ്ടായിരുന്നു? പത്തിൽ 7. നിങ്ങളുടെ നമ്പർ ഒന്ന് കമന്റ് ചെയ്ത്. 10 ആദ്യം എത്ര ഉണ്ടായിരുന്നു അതൊന്ന് കമന്റ് ചെയ്യും. 10 ആദ്യത്തെ നമ്പർ എഴുതുക, പിന്നെ ഇപ്പൊ കുറഞ്ഞിട്ടുള്ള നമ്പർ എഴുതുക. 10 എത്ര ഉണ്ടായിരുന്നു? 10 7 ഉണ്ടായിരുന്നു. 10 7 ഉണ്ടായിരുന്നു. 10 അർജുൻ എത്രയായിരുന്നു? 10 10 ആയിരുന്നു അതോ 7? ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. 10 എത്ര ഉണ്ടായിരുന്നു? ഓക്കെ. ഇപ്പൊ ബാക്ക് പെയിൻ വന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അധികം ആൾക്കാരും വലുതാണല്ലോ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് 5 ചെറുതെടുക്കാൻ. പറഞ്ഞാൽ അനുസരണ കുറച്ച് കുറവുള്ളവരുണ്ട്. വലുതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും, തീരെ ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ. 10 4. 10 ഓക്കെ. 5 ഉണ്ടായിരുന്നു, 0 ആയി. വെരി ഗുഡ്. സന്ന പറയുന്നു. ഫസില പറയുന്നു 10 10 ഉണ്ടായിരുന്നത് ഇപ്പൊ 8 ആയി അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ചെറുത് എടുക്കാൻ പാടുള്ളൂ. പ്രവീൺ ഇപ്പൊ 1 ആയി. ഓക്കെ, വെരി ഗുഡ്. പേര് 5 to 1. സൈന പറയുന്നു 5 ഉണ്ടായിരുന്നു, അത് 1 ആയി കുറഞ്ഞു. ഷാനും 5 ഉണ്ടായിരുന്നു, 1 ആയി കുറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ബഷീർക്ക പറയുന്നു 5 ഉണ്ടായിരുന്നു, 1 ആയി കുറഞ്ഞു. ഹസീന പറയുന്നു 5 ഉണ്ടായിരുന്നു, 1 ആയി കുറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ഇതിന്റെ മാജിക്. എന്താ സംഭവിച്ചത്? നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമായി, ഇമോഷൻസ് പ്രോസസ് ചെയ്യപ്പെട്ടു. ക്ലിയർ ആണോ? മനസ്സിലായോ? ഈസ് ഇറ്റ് അമേസിംഗ്?
ഓക്കെ, അമേസിംഗ് ആണെന്നുണ്ടെങ്കിൽ വാവ് എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ വാവ്. ജസ്റ്റ് കമന്റ് ഓൺ വാവ്. അപ്രീഷിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. താങ്ക് യു യൂണിവേഴ്സ്. വാവ്, വാവ്, താങ്ക് യു, വെരി ഗുഡ്, വാവ്. നല്ല നല്ല ഓഡിയൻസ് ആണ് കേട്ടോ നിങ്ങൾ. വളരെ പോസിറ്റീവായിട്ട് എല്ലാം പറയുമ്പോഴൊക്കെ അതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സച്ച് എ നൈസ് പീപ്പിൾ. യു ഗൈസ് ആർ അമേസിങ്. ഓക്കെ, സോ വാവ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഷാലു ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി നമുക്കിതിനു മുൻപ് ഇത് ഒരു റൗണ്ട് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. ഓക്കെ, നിങ്ങൾ ഒരു റൗണ്ട് കൂടെ ഇതേപോലെ ജസ്റ്റ് എന്ത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തുതരാം, പെട്ടെന്ന് ചെയ്തുതരാം. ഓക്കെ, ക്വിക്കായിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, ക്വിക്കായിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഇത് വളരെ സ്പീഡിലും ചെയ്യാം, സ്ലോയിലും ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്, താങ്ക് യു. നൗ 0. താങ്ക് യു മിറാക്കിൾ സർ. ശരി, ജസ്റ്റ് ടാപ്പ് ചെയ്തോളൂ. ഈ ഒരു ഇഷ്യൂ, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രയാസം എന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം. ഇനി നിങ്ങൾ 0 ആയ ആൾക്കാർക്ക് പുതിയ ഇഷ്യൂ എടുക്കട്ടെ, വേണമെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇഷ്യൂ എടുത്താൽ മതി. ഈ ഒരു ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട്, ഇതൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടെങ്കിൽ പോലും 10-ൽ 2 ഉള്ള, 1 ഉള്ള, അല്ലെങ്കിൽ 3 ഉള്ള ഈ ഒരു ബുദ്ധിമുട്ട് ടോപ്പ് ഓഫ് ദ ടാപ്പ് ചെയ്യും. ഈ ഒരു വിഷമം എനിക്കുണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അടുത്ത ഐബ്രോ പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വിഷമം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും ഞാൻ സ്നേഹിക്കുന്നു. അടുത്ത് ലൈക്ക് സൈഡ് ഓഫ് ദ ഐസിൽ ടാപ്പ് ചെയ്യാം. ഈ ഒരു വിഷമം ഞാൻ ഇനി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഐ ചൂസ് ടു ലെറ്റ്, ഞാൻ വിട്ടുകളയാൻ ഞാൻ തീരുമാനിക്കുന്നു. എനിക്ക് ഗുണമില്ലാത്തതാണ്, അന്യായമായിരിക്കാം, സംഗതികളായിരിക്കാം, പക്ഷെ അതെല്ലാം ഞാൻ വിട്ടുകളയുന്നു. ഐ ചൂസ് ടു ഫർഗീവ് ആൻഡ് ലെറ്റ് ഗോ ചെയ്യും, വിട്ടുകളയുന്നു. അണ്ടർ ദ ഐസിൽ ടാപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ ടു ലെറ്റ് ഗോ. ഇറ്റ്സ് ഓക്കെ ടു ലെറ്റ് ഗോ. ഇറ്റ്സ് ഓക്കെ ടു ലെറ്റ് ഗോ. ടാപ്പ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ കൂടെ തന്നെ ടാപ്പ് ചെയ്യുക, എന്നെ നോക്കിക്കൊണ്ട് ടാപ്പ് ചെയ്യുക, കണ്ണടക്കണ്ട. ഇറ്റ്സ് ഓക്കെ ടു ലെറ്റ് ഗോ. അണ്ടർ ദ നോസ് ഐ ആം കാം. ഞാൻ കാമാണ്, ഞാൻ വളരെ ശാന്തനാണ്. അണ്ടർ ദ ലിപ്സ് ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ്. ദിസ് പെയിൻ, എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പെയിനും, ഈ ഒരു വിഷമം, ഈ ഒരു അസുഖാവസ്ഥ, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രയാസം ഞാൻ കുറിച്ച് കിട്ടില്ല. ഐ ആം കാം. മൈ നെർവസ് സിസ്റ്റം ഈസ് കാം. മൈ എനർജി ഈസ് ഫ്ലോയിങ്. എൻ്റെ ശരീരത്തിലൂടെ ഈ ഒരു എനർജി ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ബ്ലോക്ക് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ട്രോമ റിലീസ് ചെയ്യപ്പെടും. ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ്, ഐ ലവ് മൈസെൽഫ്. ഈ ഒരു വിഷമം എനിക്കുണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാൻ പറയുന്നില്ല. അടുത്ത അണ്ടർ ദ ആൻസർ. ഓക്കെ, അണ്ടർ ദ കൊള്ളുമ്പോൾ കഴിഞ്ഞു. നെക്സ്റ്റ്, I'm calm, I'm relaxed, I love myself, I accept myself, I forgive myself completely, genuinely, sincerely. Okay, next. Tap ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യാം. ദെൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫിംഗേഴ്സിൽ ടാപ്പ് ചെയ്യാം. ഫിംഗേഴ്സിൽ ടാപ്പ് ചെയ്യാം. ഓക്കെ, ഫൈനലി ഇവിടെ തന്നെ ടാപ്പ്. I love myself, I accept myself, I forgive myself completely, genuinely, sincerely. Thank you. Thank you for healing me. Thank you, universe. Thank you, God. Thank you. Thank you. Thank you. മനസ്സറിഞ്ഞ് നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു. താങ്ക് യു മൈ ബോഡി ഫോർ ഹെൽപ്പിംഗ് മീ ടു റിലീസ് ഇറ്റ്. ശരീരത്തോട് നന്ദി പറയാം. താങ്ക് യു മൈ ബോഡി. താങ്ക് യു. ലവ് യു. ഐ ലവ് യു സോ മച്ച്. You are amazing. I am amazing. My body is amazing. I am healthy. I am safe. I am calm. I am relaxed. Thank you. I am in peace. Thank you. പതിയെ കൈകൾ കൂട്ടിയിരുന്നത്. തടവുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഹൗ ഡു യു ഫീൽ നൗ? കംപ്ലീറ്റ് പോയില്ലേ? 0 ആയവരൊക്കെ കമന്റ് ചെയ്ത്, 0 ആയവരൊക്കെ 0 എന്ന് കമന്റ് ചെയ്യും. ഓക്കെ, സൈന പറയുന്നു 0, അനസ് പറയുന്നു 0. കൈ എന്താ തരിക്കുന്നത്? കൈ ധരിക്കുന്നുണ്ട്. അറിയിടാവേണ്ട, ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും. 4-ൽ നിന്ന് 0 പോയി. എനിക്കുണ്ട് കൈക്ക് തരിപ്പ്. യാ,
നജ്മ നമ്മുടെ EFT ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല, ആദ്യമായിട്ടാ. ആദ്യമായിട്ടാ. നജ്മ എന്താ ചെയ്യുന്നത്? ട്രെയിനറാണോ? ബിസിനസ് ആണോ? ഞാന് ബിസിനസ്സാണ് വീട്ടിലിരുന്ന്. വീട്ടിലിരുന്നുള്ള ബിസിനസ്സാണ്. ഓക്കെ. സോ നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട യെസ്, സ്ട്രെസ്? യെസ്. യെസ്. വിഷമിക്കേണ്ട. അപ്പൊ അത് നമുക്ക് അതേപോലെ ഹീൽ ചെയ്യാം. കയ്യിന് തരിപ്പ്, ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ട്രോമ റിലീസ് ആകുമ്പോൾ ടോക്സിൻസ് റിലീസ് ആവുന്നതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചില എന്താ പറയാ ടോക്സിൻസ് എന്ന് പറഞ്ഞ ബോഡിയിൽ മലിനമായി കിടക്കുന്ന, വേണ്ടാത്തത് കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ. ടാപ്പ് ചെയ്താൽ ഈ തരിപ്പ് മാറും. ടാപ്പ് ചെയ്താൽ മാറും. ഇനി വീണ്ടും ആ തരിപ്പിന് വേണ്ടിയിട്ട് ടാപ്പ് ചെയ്താൽ മതി. 10ൽ എത്ര ഉണ്ടെന്ന് നോക്കുക. ആ തരിപ്പ് 10ൽ എത്ര ഉണ്ട്? ഓക്കെ. സോ ഇതാണ് ഇത്. പക്ഷേ നമ്മളിപ്പോ ചെയ്തത് ജസ്റ്റ് ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് 0 ആയി അല്ലേ? സോ ഐ എം റിയലി ഹാപ്പി ഫോർ യു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ഇൻഡെപ്തിൽ പഠിക്കണം. പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവർക്കറിയാം. നമുക്കിത് 42 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് ഉണ്ട് ഇതിന്. അതിൽ 12 ദിവസം നമ്മൾ ഓൺലൈനിൽ സൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ 12 ദിവസത്തെ ലൈവ് സെഷൻസും പിന്നീട് 1-to-1 ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെഷനിലേക്ക് പോകും. ഫസീല പറയുന്ന 10ൽ നിന്ന് 1ലേക്ക് എത്തി. വെരി ഗുഡ് ഫസീല, ഐ എം റിയലി ഹാപ്പി ഫോർ യു. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആ ഇഷ്യൂസ്, അത് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫസീല 0 ആവട്ടോ. അപ്പൊ ജസ്റ്റ് എന്താ വെച്ചാൽ എത്ര പ്രാവശ്യം ചെയ്യണം? ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം? ദിവസം എത്ര പ്രാവശ്യം ചെയ്യാന്നുള്ളതല്ല. ദിവസം നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇത് നമുക്ക് ഓരോ ട്രോമയും എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 3000-ഓളം ട്രോമാസ് നമ്മൾ ഒരു ആവറേജ് ശരാശരി മനുഷ്യനുണ്ട്. അതിൽ നിന്ന് 45,000 ലിമിറ്റ് ബിലീഫ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റക്കായിട്ട് നിർത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരുന്നുവോ അപ്പോഴൊക്കെ ഇരുന്നിട്ട് ടാപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ അത് അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾക്ക് വലിയ പ്രശ്നം, ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ പറ്റി. വലിയ പ്രശ്നങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരിപ്പല്ലേ വന്നത്, ചെറിയ പ്രശ്നമായതുകൊണ്ടാണ്. കുറച്ച് വലിയ ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ ഇതിലും വലിയ പെയിന് വരാം, ടാപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരാം. അപ്പൊ നിങ്ങൾ സ്വയം ഇത് വലിയ പ്രശ്നത്തിൽ സ്വയം ചെയ്യരുത്. ശ്രദ്ധിക്കുക. വലിയ പ്രശ്നങ്ങൾക്ക് സ്വയം ഇത് നിങ്ങൾ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റിനെ സഹായിക്കണം. അവിടെയാണ് നമ്മുടെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മളെല്ലാവർക്കും വലുതേതാ ചെറുതേതാ നമുക്ക് തിരിച്ചറിയില്ല. നമ്മൾ വിചാരിക്കും ചെറുതാണെന്ന് വിചാരിച്ചിട്ട് എടുക്കും. വലിയ പ്രശ്നമായിരിക്കും വരുന്നുണ്ടാവുക. കാരണം അതുമായിട്ട് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വലിയ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഏതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ റൂട്ട് കോസ് കണ്ടെത്തണം. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചോദിച്ചാൽ അപ്പോൾ അടുത്ത 12-ാം തീയതി നമുക്ക് കോഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ആ കോഴ്സിലേക്ക് വരണം. ഞാനും ഹാജിറ മാമും കൂടിയിട്ടാണ് ആ കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ മെന്റേഴ്സും അതിൽ ടീമായിക്കൊണ്ട് തന്നെ ഇരുന്നിട്ടാണ് വെച്ചാൽ ഈ കോഴ്സ് റൺ ചെയ്തിട്ടുണ്ടാവുക. ആ കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1-to-1 ഒരു തെറാപ്പിസ്റ്റിനെ നൽകും. തെറാപ്പിസ്റ്റിനെ നൽകിയിട്ട് നിങ്ങളുടെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അത് ഹീൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറയാം. എനിബഡി വാണ്ട്സ് ടു ഷെയർ? ഓക്കെ. എനിബഡി വുഡ് ലവ് ടു? ആരാണ് ഇവിടെ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇത് എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണമെന്നും എക്സ്പീരിയൻസ് എടുക്കണം എന്നുള്ളതും. ഇപ്പോൾ ഓക്കെ, നേരത്തെ ഇവിടെ റഷീദ മാം പറഞ്ഞോളൂ. അതേപോലെ അമ്പിളി മാം ചെയ്തതല്ലേ പ്രോഗ്രാം? ചെയ്തിട്ടുണ്ടോ അമ്പിളി മാം? ഐ തിങ്ക് അനസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ ചെയ്തിട്ടുണ്ട്. അനസിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്? നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ആദ്യം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പാനിക് അതേപോലെ കോൺഫിഡന്റ് ഇല്ലായ്മ അല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ EFT സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോർമലാണ്. അത് പെട്ടെന്ന് തന്നെ അത് പോവും. പിന്നെ മെഡിറ്റേഷൻ, പിന്നെ രാവിലെയുള്ള മെഡിറ്റേഷൻ, അതേപോലെ ക്ലാസ്സസ്, അതൊക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും കൊണ്ടും ബെറ്റർ ആവും. ഓക്കെ, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു സനസ്. അനസിന് എത്ര പാനിക് അറ്റാക്ക് ഉണ്ടായിരുന്നു അല്ലേ?
യാ പാനിക് അറ്റാക്ക് എത്ര കാലം ഉണ്ടായിരുന്നു? അത് കുറച്ച് കാലമായിട്ടുണ്ടാവും. ഓക്കെ. ആ, എന്നിട്ടാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. അപ്പൊ അതെല്ലാം കംപ്ലീറ്റ്ലി മാറിയില്ലേ ഇപ്പൊ? അതെ, അത് കംപ്ലീറ്റ്ലി മാറി. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഐം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. ഇനി ഇതേപോലെ താങ്ക് യു. സാന, ഡു യു വാണ്ട് ടു ഷെയർ യുവർ സ്റ്റോറി? വാട്ട് ഈസ് യുവർ സ്റ്റോറി? ജസ്റ്റ് ഷെയർ, ലൈക്ക് ഐ വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. പറഞ്ഞോളൂ. ഹായ്, ഞാൻ ഏത് കോഴ്സ് അറ്റൻഡ് ചെയ്താലും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. ആഹ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കൈവേദന, പിന്നെ നമുക്ക് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ഒക്കെ മാറാനായിട്ടാണ് വന്നത്. അപ്പോൾ കൈവേദന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും നമ്മൾ ഹെൽത്ത് വൈസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതായത് എന്തെങ്കിലും, സാധാരണ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ളത്. പക്ഷേ റൂട്ട് കോസ് എടുത്തപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ കൈവേദന, എനിക്ക് റൈറ്റ് ഹാൻഡിനാണ് വേദന. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എടുത്തപ്പോൾ സാറ് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു എന്താണ് ഒരു മസ്കുലിൻ ജെൻഡറിൻ്റെ ഒരു കൺട്രോളും ഓവറായിട്ടുള്ള കൺട്രോൾഡ്. കൺട്രോൾ, അതുപോലെ നമുക്ക് എന്താ പറയാ, അങ്ങനെയുള്ളൊരു കൺട്രോൾ കിട്ടി വളർന്ന ഒരു സാഹചര്യമാണ് എൻ്റെത്. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്സിലായാലും അങ്ങനെ നമ്മൾ എന്താ പറയാ, ആ ഒരു കൺട്രോൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിൻ്റെതാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ ഈ കൈവേദന മാറട്ടെ എന്ന് കരുതി വന്നതാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് മിറക്കിൾ എന്ന് പറയത്തില്ലേ നമ്മൾ, അങ്ങനെ ഒരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്ത് ഓടി ചെല്ലും ഓരോ ഓരോ മിറക്കിൾസ് ഉണ്ടാകുമ്പോഴും. ഇന്നിങ്ങനെ സംഭവിച്ചു, ഇന്നിങ്ങനെ, അവർക്ക് ഇപ്പം ഒരുപാട് പേരെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അറിയാം ഇങ്ങനെ വരും എന്നുള്ളത് അറിയാം. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽസിൻ്റെ ഓരോ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇതിലാണ് പറയുന്നത്, മാം ഇന്ന് ഇങ്ങനെ സംഭവിച്ചു, ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമെന്ന് പറയുമ്പോൾ ഇനി ഇതിനേക്കാളും ബെറ്റർ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പം ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഫസ്റ്റ് ഞാനിവിടെ വന്നിരിക്കുന്ന ടൈമിൽ, ഞാൻ എൻ്റെ ഹീൽ ചെയ്ത ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം, എന്തെങ്കിലും ഹീൽ ചെയ്യാൻ, എന്ത് ഇഷ്യൂസ് ഞാൻ ഹീൽ ചെയ്യാൻ എടുത്താലും എനിക്ക് ഈ ഒരു ടോക്സിൻ റിലീസ് ചെയ്യുന്നത് ഈ കയ്യിലാണ്. എന്ത് കാര്യം ഞാൻ എടുത്താലും എൻ്റെ ഈ ഒരു കയ്യിലേക്കാണ് ഈ ടോക്സിൻസ് വരുന്നത്. പിന്നെ ഞാൻ സാറിൻ്റെ സെഷൻ നടക്കുന്ന ടൈമിൽ തന്നെ നമ്മളിത് ഇടയ്ക്ക് ഇങ്ങനെ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കുഴഞ്ഞു കിടക്കാറാണ്. സാറിൻ്റെ സെഷൻ കഴിയും, ഞാൻ കിടക്കും. പിന്നെ അടുത്ത ദിവസം ഇതുപോലെ വരും. അപ്പം നമുക്ക് അവയർനെസ് കിട്ടുന്നതേ ഉള്ളൂ, പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല. പ്രാക്ടീസ് തുടങ്ങി നമ്മൾ തനിയെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സെഷനിൽ ഇരുന്നുകൊണ്ട് ഫുള്ളൊന്നും ചെയ്ത് ഹീൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഒരു 2 റൗണ്ട് ചെയ്തതുപോലെ 2 റൗണ്ട് ചെയ്യുമായിരിക്കും, ബാക്കി നമ്മളെ ഹീൽ ചെയ്യുന്നത് നമ്മൾ സ്വയമാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വരത്തില്ല ഈ ഒരു സംഭവം നമുക്ക്. ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ച് ആവും. പിന്നെ ഇത് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം വന്നത് ഞാൻ സ്വയം അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞാനുമായിട്ട് ഡീൽ ചെയ്യുന്നവരുണ്ടല്ലോ ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ, ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സ് ആയാലും പിന്നെ വീട്ടിലായാലും അവർക്കൊക്കെ നല്ലൊരു പോസിറ്റീവ് മാറ്റം ഞാൻ പറഞ്ഞൊന്നും കൊടുത്തില്ല ആർക്കും. കാര്യം നമ്മൾ വിചാരിക്കുമല്ലോ നമുക്ക് ആദ്യം എന്തെങ്കിലും മാറ്റം വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറയാവൂ എന്നുള്ളൊരിത് വെച്ചിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ സിസ്റ്റർ തന്നെ നിനക്ക് എന്താണ് പറ്റിയത്, എന്താണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യം വന്നപ്പോൾ ഞാൻ അവസാനമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇതാണെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി ഇതിൽ ജോയിൻ ആയിട്ടുണ്ട്, ഇപ്പോഴത്തെ EFTയുടെ സെഷന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സിസ്റ്റർ ഉണ്ട്, ആളെയാണെങ്കിൽ നമ്മൾ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എനിക്ക് ഇതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ലോജിക്കലി, സാർ ആദ്യമേ നമ്മൾ ഇരിക്കുമ്പോഴേ സാറ് പറയും ലോജിക്കലി തിങ്ക് ചെയ്യരുത്, എന്നാലും നമ്മൾ ലോജിക്കിലോട്ട് പോകും. ഇങ്ങനെ അങ്ങനല്ലല്ലോ വരേണ്ടത്, ഇങ്ങനെയല്ലേ വരേണ്ടത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നമുക്ക് വരും. കാരണം നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് സാറ് പറയുന്നതൊന്നും ചിലപ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് സാറ് നമ്മളെ ക്ലാസ് എടുത്ത് മാറ്റാനായിട്ട് പറയുന്നതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ആരും നമുക്ക് പറഞ്ഞു തരണ്ട ഇതൊരു ലോജിക്കല്ല മാജിക്കാണ് എന്നുള്ളത് നമ്മൾ സ്വയം നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇവിടെ ടീമുകളൊക്കെ ഉണ്ട്.
അതായത് നമ്മുടെ ഒരു ഒരേ വൈബിൽ വരുന്ന കുറച്ച് ആൾക്കാർ ഒരു ടീം ഒരു മെൻറ്ററിൻ്റെ അണ്ടറിലാണ്, അങ്ങനെയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടീമിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പോസിറ്റീവ്സേ ഉള്ളൂ പറയാൻ. എക്സ്പീരിയൻസുകൾ ഓരോരുത്തരുടെയും ഷെയർ ചെയ്യുമ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു, അപ്പം നമുക്കും ആ ഒരു കോൺഫിഡൻസ് വരുമല്ലോ നമുക്ക്. നമുക്ക് മാത്രമല്ല, ഇവർക്ക് മാറുന്നുണ്ട്, അപ്പം ഇത് ജെനുവിൻ ആണ് എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു അതിനേക്കാളും ഉപരി ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എപ്പോൾ ചെയ്യണം, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ പോയി നമ്മളെ ലൈഫിൽ കുറേ തീരുമാനങ്ങൾ നമ്മൾ എന്തിനെടുക്കുന്നെന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് EFTയിൽ വന്നപ്പോൾ ഒരു ഡിസിപ്ലിൻ, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യത്തില്ലേ, അങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സിന് പോയി പ്രത്യേകം പൈസയൊക്കെ കൊടുത്തിട്ടിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമാണ് EFT എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആവുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ആവുകയാണ്. നമ്മൾ അറിയത്തില്ല, പക്ഷേ ഇത് നമ്മൾ ചേഞ്ച് ആവുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങി, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതൊക്കെ. ഞാൻ ഓവർ തിങ്കിങ്ങിൻ്റെ മരമായിരുന്നു ഞാൻ. എന്ത് കാര്യം കിട്ടിയാലും അതിൽ നിന്ന് ഇങ്ങനെ തിങ്ക് ചെയ്ത് ഭയങ്കര ലെവലിലോട്ട് പോകും. പിന്നെ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഓവർ തിങ്കിങ് എന്നുള്ള ആ ഒരു മേഖലയിലോട്ട് ഞാൻ നോക്കാറില്ല. അത് ഇഷ്ടപ്പെട്ട് എനിക്കൊന്ന് ആഗ്രഹിച്ച് നോക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റാറില്ല. ഇതിനെപ്പറ്റി എന്തായിരിക്കും ഇത് ഉദ്ദേശിച്ചത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതിലോട്ട് പോവാറില്ല. അപ്പോൾ നമ്മളെ ട്രോമ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ട്രോമ എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ അത് മാത്രം പോയി എന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു ട്രോമ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ്, ശരീരത്തിൽ മാത്രമല്ല കേട്ടോ, മൈൻഡിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. സാറിനോട് എപ്പോഴും ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ തുറന്നു പറയുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. നമുക്ക് എല്ലാവരോടും നന്ദി, ഇപ്പം നമുക്കൊരു സഹായം ചെയ്യുന്നവരോട് നന്ദി കാണും. പക്ഷെ അത് നമ്മൾ തുറന്നൊന്നും ഞാൻ അങ്ങനെ അല്ലായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലിരുന്നാലും ഞാൻ പറയും, സാറിനോട് എനിക്ക് ഭയങ്കര നന്ദിയാണ്. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് ആരാണോ അവരോട് നമ്മൾ നന്ദി പറഞ്ഞേ പറ്റൂ. അത് എനിക്ക് മനസ്സിലായത് EFTയിലാണ്. നന്ദി പറയാന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ ആ ഒരു ഡൗൺ ടു എർത്ത് എന്ന് പറയത്തില്ലേ, അതിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ട്രോമ ഹീലിംഗ് ആണ് EFT എന്ന് സാറ് ചുമ്മാ പറയുന്നതാണ്. ഇത് നമ്മുടെ EFTയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നൊരു സംഭവം. സെൽഫ് ലവിൻ്റെ ക്ലാസ് സാറിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ആയൊരു ക്ലാസ്സാണ്. അതെ, എൻ്റെ സിസ്റ്റർ ഇപ്പോൾ അതിൻ്റെ റെക്കോർഡ് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, നിൻ്റെ ആ ഒരു സെഷൻ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇമോഷണലായി എന്നുള്ളതിൽ പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ എന്തായിരുന്നു, നമ്മൾ ഇത്രയും നാൾ ഇതാണോ ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് ക്രൂരതയാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ നമ്മൾ ഇപ്പൊ പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു വൈബ്രേഷൻ പോലാണത്. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും ക്രൂരമായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഒരു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു, ഒരു റൈറ്റ് പ്ലേസിലെത്തി. സാർ എപ്പോഴും പറയും നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാനിങ്ങനെ മാറാതെ നിൽക്കുന്നതിൻ്റെ റീസണും അതാണ്. ഇന്ന് എനിക്കിപ്പോൾ ഞങ്ങൾ ഇവിടെ 6:30 മണിയായി. സാറിൻ്റെ ക്ലാസ് തുടങ്ങിയത് 5 മണിക്കാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാണ് ഞാനിവിടെ ഇരുന്നത്. മെഡിറ്റേഷൻ ഞാൻ അല്ലാണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ആവത്തില്ല നമുക്ക്. ഇത് സാറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സാണ്. അതിലെനിക്ക് ഭയങ്കര സാറിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്, സാറ് വെറുതെ ഫ്രീ സർവീസ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല എന്താണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നില്ല. ഇപ്പം EFT എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സാർ ഇവിടെ പറഞ്ഞു കൊടുക്കുമെന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വന്നിരുന്നതാണ്. അപ്പോൾ EFTയെ പറ്റിയിട്ട് സാർ ഇത് മനസ്സിലായി, ഇനിയെങ്കിലും നിങ്ങൾ കണ്ണ് തുറക്ക് എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് സാർ വന്ന് ഈ ഒരു കുറച്ച് ഒരു 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 പ്രോബ്ലം എടുത്ത് നമ്മൾ ഹീൽ ചെയ്തപ്പോൾ ഓരോരുത്തരുടെയും ഇത് പറഞ്ഞു. ഞാനും ഇത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ പ്രശ്നം വന്നു, ഫസ്റ്റ് ഹീൽ ചെയ്തപ്പോൾ എനിക്ക് കൈവേദന വന്നു, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരിത്. അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്.
ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വരുന്ന കൈവേദന മാറാൻ ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, ഇനി കുഴമ്പിട്ട് തടവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ്. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ മാജിക്കലി ഹീൽ ചെയ്യാന്ന് പറയത്തില്ലേ, സാറ് എപ്പോഴും പറയും നമുക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, മനുഷ്യർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷെ നമ്മളത് അറിയത്തില്ല. നമുക്ക് അതിലൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടുക, അത്രേ ഉള്ളൂ ഈ FT കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ടൂളാണ്. നമ്മൾ പറയത്തില്ല നമ്മൾ പഠിച്ചു വെച്ചേക്കുക, നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ടൂള് എന്ന് പറയത്തില്ലേ, അതുപോലൊരു ഇതാണ്. പിന്നെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവും സെൽഫ് ഫോർഗീവ്നെസ്സും പിന്നെ മെഡിറ്റേഷൻ. ഇത് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് നമ്മളെ എന്നുവെച്ചാൽ ഇങ്ങനെ താഴോട്ട് പോകാനിരിക്കുന്ന സംഭവം, നമ്മളെ ലൈഫ് ഇങ്ങനെ താഴോട്ട് പോകാനിരിക്കുന്നതിനെ പെട്ടെന്നൊന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണത്. പിന്നെ നമ്മളെ ട്രോമാസ് എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ബാലൻസ് ആയിട്ട് പോകും. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും സാറിനോട് പറയും, സാർ എന്നെ വിളിക്കല്ലേ, ഞാനിത് പറഞ്ഞു പറഞ്ഞ് എല്ലാവരും വിചാരിക്കും ഞാനിവിടെ സാറിന് പ്രൊമോഷൻ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ സാർ എന്നെ ഇരുത്തി പറയിപ്പിക്കുന്നതാണെന്നൊക്കെ വിചാരിക്കും എല്ലാവരും. കാര്യം ആക്ച്വലി അതെ അതെ, ആക്ച്വലി എന്താ വെച്ചാല് സയന പറയുമ്പോ ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. സയന പറയുമ്പോൾ എന്താ വെച്ചാല് എന്തോ ഒരു ഫ്ലോയിലൂടെയാണ് പറഞ്ഞു വരുന്നത്. ഭയങ്കര സ്കില്ലാണ് കേട്ടോ. ലൈക്ക് ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ സീരീസ് ഓഫ് തോട്ട്സ്. ഇപ്പൊ എന്നെ പറ്റി ചില ആൾക്കാർ പറയാറുണ്ട് അതേപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. അതേപോലെ തന്നെയാണ് സയനക്ക്. യു ഹാവ് എ വെരി ഗുഡ് ആർട്ടിക്കുലേഷൻസ്. തോട്ട്സ് വരുന്നു, അതിന് ഓരോന്നോരോന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തോട്ട് വരുന്നു. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു സാർ കം. ഇത് കഴിഞ്ഞാൽ എനിക്കൊന്ന് പറയാനുണ്ട്. എങ്ങനെ അനസ് എന്താ അതെ, പറഞ്ഞു? ശാന കഴിഞ്ഞിട്ട് മതി. അനസ് ശാന പറഞ്ഞു. പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട്. അതേപോലെ അല്ല തന്നെ സൈന സാറിനോട് പറയുമ്പോ ഒരുപാട് നന്ദി സൈന പറയാനുണ്ട്. പറയുമ്പോൾ ഇത്രയും വിശദമായി പറയാൻ ആർക്കും കഴിയില്ല, അനുഭവിച്ചത്. അതെ അതാണ് സൈന ഇത് ഞാൻ നല്ല എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ഇപ്പൊ എൻ്റെ ആ വേറൊരു സിസ്റ്റർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സാർ. ആ ആ ഇവരൊക്കെ ഇതിൽ ബാക്കിലോട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആ നമ്മളെ ഈ ചേഞ്ചസ് കാണുമ്പോൾ ആ ഇതെന്താണ് ഇത് എന്നെങ്കിലും അറിയാനായിട്ട് ഇവർ വരുന്നതാണ്. ഇത് എന്താണെന്നെങ്കിലും ഒന്ന് അറിയണമല്ലോ. പക്ഷെ ഞാൻ കരുതിയില്ല സാർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ വന്നിരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞത് ആള് ഫാർമസിസ്റ്റ് ആണ്. ആൾക്ക് ഇതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പോലും ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയത്തില്ലേ, അതിലേക്കൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ടൈമില്ല അങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസ്. സാറ് ഈ ഞാൻ ഫസ്റ്റ് ഇവിടെ ചെറിയ ചെറിയ കോഴ്സിനൊക്കെ വന്നതാണ്. ഞാൻ അവിടെ സാറിൻ്റെ അടുത്തുള്ള പെർഫോമൻസ് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. ഞാൻ വന്നിട്ട് ഡൗട്ട് ചോദിക്കലും ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കലും ഇതൊക്കെയായി. പക്ഷെ എനിക്ക് തന്നെ ഇപ്പൊ അറിയാം. എൻ്റെ അദീന ഷാഹുൽ എന്ന് വന്നില്ലേ, അത് എൻ്റെ സിസ്റ്ററാണ് ഇപ്പൊ കമന്റ് വന്നത്. അപ്പോൾ എനിക്ക് തന്നെ വരുന്ന മാറ്റങ്ങൾ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഈ സംസാരത്തിലെ ക്ലാരിറ്റി, ഇതൊന്നും എനിക്ക് മുന്നേ സംസാരിക്കും. ഞാൻ സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിന്റെ അനുഭവം പറയുന്നത് പോലെ എന്നെ കാണുമ്പോൾ ഓ ഇതാ വന്നിട്ടുണ്ട് എന്നുള്ളൊരവസ്ഥയിൽ പോകുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഈ സംസാരത്തിൽ. ഓ എൻ്റെ സംസാരം ബോറാവുന്നുണ്ട്, പിന്നെ കുറച്ച് എഴച്ചിലുണ്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതായിരുന്നു. പക്ഷേ സെൽഫ് ലവ് എന്നുള്ളൊരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാറ് പറയത്തില്ലേ ഹൂ കെയർസ് എന്ന് ചോദിക്കുമല്ലോ, ആരെ കെയർ ചെയ്യാനാണ് നമ്മൾ? ഒന്നുമില്ല, നമ്മളിതാണെന്നുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു അവയർനെസ് എപ്പോഴും ഞാനത് പറയും, എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്. ഞാൻ എൻ്റെ ടീമിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര ലീഡറിനെ പോലെയൊക്കെ പറയും, നിങ്ങൾ ഈ ഒരു അവയർനെസ് കട്ട് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സംഭവം ഇത് പറഞ്ഞു കൊടുക്കാനൊരു വ്യഗ്രതയാണ് എനിക്ക്. എന്ന് വെച്ചാൽ നിങ്ങളിത് കട്ട് ചെയ്യരുത് എന്ന്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പേർക്ക് EFT ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഞാൻ പറയാണ്, നിങ്ങൾ പ്രാക്ടീസേ ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്യാതിരുന്നിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മൾ വന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പർപ്പസ് എന്നുള്ളത് ഓർക്കുക. നമ്മൾ വന്നത് ട്രോമ ഹീൽ ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാനാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാനാണ്. അപ്പം ഇത് ഒരു ടൂള് കൈ കിട്ടിക്കഴിയുമ്പോൾ ചിലർക്ക് കിട്ടുന്നവരെയുള്ളൊരു ഇതേ ഉള്ളൂ. കിട്ടിക്കഴിയുമ്പോൾ അതിനെടുത്ത് അടച്ചു വെച്ചിട്ട് ഇത് കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരിതിലിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ അപ്പോഴേ ഹീലിംഗ് ചെയ്യും. എന്നുവെച്ചാൽ ഫൊഗീവ്നെസ്സും അത് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും എനിക്ക് അറിയത്തില്ല ഇനി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. സെൽഫ് ഫൊഗീവ്നെസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല നമുക്ക്. ഇനി
ഇത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കിത് കൊടുക്കണമായിരുന്നോ എന്ന് ചിന്തിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് കെയർ ആണെന്ന്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി സ്കിൻ കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നോക്കുന്നതും അല്ലെങ്കിൽ നല്ല സമയത്ത് ഉറങ്ങുന്നത് ഇതൊക്കെയാണെന്ന് വിചാരിക്കും. ഇതൊന്നുമല്ല സെൽഫ് ലവ്. അത് നിങ്ങൾ അറിയണം. ഇത് ഞാൻ പറയില്ല, ഇത്രയൊക്കെ പറയൂ. അത് സാറിന്റെ ക്ലാസ്സിൽ അറിഞ്ഞാൽ മതി. All right. Thank you, Sayana. Thank you so much for sharing. What a wonderful feedback. I'm really grateful always for being here and supporting us. ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ആൻഡ് ഷെയറിങ്. ആൻഡ് യുവർ എബിലിറ്റി ഈസ് ലൈക്ക് ടു ആർട്ടിക്കുലേറ്റ് തിങ്സ് ഇൻ എ ഫ്ലോലെസ്, ലൈക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഫ്ലോ ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ, കോഴ്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കോഴ്സ് വരാൻ പോവുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ സായന ആദ്യം അറ്റൻഡ് ചെയ്തു, പിന്നെ സർ രണ്ടാമത് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. പ്ലീസ് ആഡ് സൈന ഇൻ യുവർ ടീം സർ. രേഷ്മ സായനയുടെ ഫ്രണ്ടാണ്. രേഷ്മ അതുകൊണ്ട് definitely- പറഞ്ഞല്ല. ഇന്നലെയും ഞാൻ ഇത് പറഞ്ഞു. അപ്പോഴും Yeah. പുള്ളിക്കാരി ഇപ്പോഴും ഈ പറഞ്ഞ ആള് എന്നോട് എക്സ്ക്യൂസ് പറയാണ്. ഇല്ല ഞാനൊന്നും ആയിട്ടില്ല, എനിക്ക് ഇനിയും എന്നുവെച്ചാ എന്തോ ഒരു ബ്ലോക്ക് പോലെ ഇരിക്കുകയാണ്. Okay. എനിക്ക് തോന്നുന്നു സാർ ഒന്ന് വിചാരിച്ചാല് സൈനയെ ഇതിലേക്ക് എടുക്കാൻ പറ്റും. സാറിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. രേഷ്മ എനിക്കിപ്പോ രേഷ്മയെ ഉപദേശിക്കാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും പറയും, നീ EFT പഠിച്ചു വെച്ചിട്ട് നീ എന്നെ വന്നിരുന്നു ഉപദേശിക്കുന്നത്, നീ അവിടെ പോയി പിള്ളേർക്ക് ട്രെയിനിങ് കൊടു, നീ എന്നെ ഇങ്ങനെ ഇട്ട് ഉപദേശിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയും, നീ EFT ചെയ്യ്. ആളൊരു ബിസിനസ് വുമൺ ആണ്. അപ്പൊ ഞാൻ പറയും, നീ വിചാരിക്കും നിനക്ക് പ്രശ്നം, ഭയങ്കര കോൺഫിഡന്റ് ആണ് അവള്, ആ കാര്യത്തിലൊക്കെ പണ്ടേ കോൺഫിഡന്റ് ആണ്. അപ്പോ ആ ഒരു കോൺഫിഡൻസ്, ഞാൻ പറയും, നിനക്ക് ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ EFT ചെയ്യ്, നിന്റെ ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തു വരും. എനിക്ക് ട്രോമാസ് ഇല്ല. ഞാൻ പറയും, എനിക്കും ട്രോമാസ് ഇല്ല എന്ന് കരുതി ഞാൻ വന്ന ആളാണ്. നമ്മൾ ട്രോമ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാരും വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു എന്താണ് ഈ നമ്മള് ഈ എന്താണ് ഭയങ്കര വലിയ ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ച് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മളാ കുഞ്ഞു മനസ്സിൽ പണ്ട് ഏറ്റിട്ടുള്ള ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ട് നമ്മൾ കരഞ്ഞപ്പോൾ കിട്ടാത്തത് ഒരു ട്രോമയാണ്. അത് നമുക്കിപ്പോ ആലോചിക്കുമ്പോൾ അയ്യേ, ഞാൻ ആ കുഞ്ഞു പ്രായത്തിൽ കരഞ്ഞത് ഇപ്പൊ എന്നെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിചാരിക്കും. പക്ഷെ അത് അവിടെ കിടക്കുന്നത് നമ്മുടെ ഈ EFT നമ്മൾ 3 വയസ്സ് വരെ അല്ലേ സാർ, 3 വയസ്സ് വരെ ഉള്ളത് വരെയും നമ്മൾ എടുക്കും. ഓർമ്മ വരുന്നില്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കാനുള്ള ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഓരോ ട്രോമാസ് എടുത്തിട്ടാണ് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരിയോട് പറയും, നിനക്ക് ഓർമ്മ കാണത്തില്ലായിരിക്കും, പക്ഷെ അത് ഓർത്ത് നീ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അടിപൊളിയായിട്ട് നിന്റെ ബിസിനസ്സിൽ പോകാൻ ഇല്ല, പറ്റും. ഞാൻ ചെയ്യാന്ന് തീരുമാനിച്ചു. സാർ എനിക്കൊരു വലിയ ഓഫർ തന്നു. ഇല്ലേ, 1% ക്ലബിൽ കയറിയ ഫ്രീ ഹീലിംഗ് എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഫ്ലാറ്റ് ആയി. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും എന്താ പറയാ, രേഷ്മ എന്തായാലും വരെ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ബാച്ചിൽ ശ്രമിക്കാം. ഓക്കെ. സോ എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് എല്ലാവരും. മറ്റൊരു കാര്യം, നമ്മുടെ ഹീലിംഗ് നമ്മൾ ഇന്ന് ചെയ്തു. തീർച്ചയായിട്ടും ഇനിയും ഹീലിംഗ് സെഷൻസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഡിഫറെന്റ് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. കോഴ്സ് പഠിച്ച ആൾക്കാർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് ആയിട്ടാണ് വരുന്നത്. കുറേ ദിവസം റിസർച്ചിലും സംഗതികളിലും ഒക്കെ ആയിരുന്നു. അപ്പം ഒരുപാട് എന്താ പറയുക, പുതിയ കാര്യങ്ങളുമായിട്ട് അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ, REM സ്ലീപ്പിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ന്യൂറോ സയൻസിലെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, അത് ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ലൈഫിൽ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾ എന്ത് വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജുകൾ ലഭിക്കുന്നുണ്ടാവും. പിന്നെ ആരെങ്കിലും നമ്മളുടെ ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്കൈലറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം. പിന്നെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, താഴെ നമ്മുടെ ശരത് അറിയർ നമ്മുടെ മെസ്സേജ് നമ്പർ എന്ത് ഇവിടെ കൊടുക്കുക. ഓക്കെ. കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർ എന്ത് വെച്ചാൽ ലവോ ഹാർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഷൈന, ദാറ്റ് ഈസ് ഫോർ യു ഫോർ ഷെയറിങ്. വളരെ നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്തതിന്.
ആൻഡ് ഇന്നത്തെ ഹീലിംഗ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086880780 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും, എന്താണ് കോഴ്സ്, എങ്ങനെയാണ് നടക്കുന്നത് കോഴ്സിന്റെ ടൈമിംഗ് എന്താണ്, എപ്പോഴൊക്കെയാണ് കോഴ്സ്, അതിൽ വർക്ക് ബുക്ക് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, എന്തൊക്കെയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ ടാപ്പിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനർജി മെഡിസിൻ എന്ന് പറയുന്ന പാർട്ടുണ്ട്. ആ പാർട്ടാണ് സായന കുറേ സംസാരിച്ചത്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എനർജി മെഡിസിൻ എന്ന് പറയുന്ന പാർട്ടുണ്ട്. ആ പാർട്ടാണ് നിങ്ങൾ കോഴ്സിൽ വന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നേരത്തെ നജ്മ മാം ചോദിച്ചത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ എനർജി മെഡിസിൻ നന്നായിട്ട് പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട്, ഇപ്പോൾ സേന പറഞ്ഞ പോലെ എന്താണ് സെൽഫ് ലവ് എന്നുള്ളത്, ആക്ച്വലി നമ്മൾ സെൽഫ് കെയർ അല്ല സെൽഫ് ലവ് എന്ന് പറഞ്ഞ പോലെ, സെൽഫ് റെസ്പെക്ട് അല്ല സെൽഫ് ലവ്, ബൗണ്ടറി സെറ്റ് ചെയ്യലല്ല സെൽഫ് ലവ്, ഇതൊന്നും അല്ല സെൽഫ് ലവ്. അതൊക്കെ സെൽഫ് ലവിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളത്. റിയൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് അതല്ല. റിയൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. ഇതെന്താണെന്നുള്ളത് ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിലേക്ക് വരിക, നമുക്ക് പഠിക്കാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം, വലിയ രീതിയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ട്. നമ്മൾ 2 ടൈപ്പ് ആൾക്കാരുണ്ട്, വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നവരും അല്ലേ. വിജയിക്കുന്നവരും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും ഉള്ളത്. അപ്പോൾ വിജയിക്കുന്ന ആൾക്കാർ, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, വിജയിക്കുന്ന ആൾക്കാർ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അവർക്ക് ക്ലാരിറ്റി ഓഫ് വിഷൻ ഉണ്ടാകും, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകും, അവരുടെ മൈൻഡിൽ ക്ലാരിറ്റി ഉണ്ടാവും, അവർ പീസിലായിരിക്കും, സമാധാനത്തിലായിരിക്കും, അവർക്ക് ബൗണ്ടറീസ് ഉണ്ടാകും, അവർക്ക് നോ പറയാൻ കഴിയും, അവർക്ക് നിലപാടുകൾ എടുക്കാൻ കഴിയും, അവർക്ക് ധൈര്യം ഉണ്ടാവും, കറേജ് ഉണ്ടാവും. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നിങ്ങൾ സക്സസ്സിലേക്ക് അടുക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറണം. ഈ പെയിനിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് നമ്മളുടെ EFT ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഗതി. ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് വരും, ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത് വരും. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് റിപ്പീറ്റിംഗ് ഓഫർ ഉണ്ട്, അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേസ് സെഷൻ. വീണ്ടും നമ്മളൊരു സെഷനുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു സാർ. സാറിന്റെ ക്ലാസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു എനർജിയാണ്, വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് സാറിന്റെ സെക്ഷൻ വരികയാണെന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി വി കുഡ് ഡു അത് ദിസ്. സത്യമാണ് സാർ. ഞാനിന്ന് കേറാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാ. ഞാൻ നോക്കുമ്പോ സാറിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് വന്നു, ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്തു. സോ താങ്ക് യു. മെസ്സേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 30 ഡേയ്സ് മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള EFT പ്രോഗ്രാമിന്റെ 12-ാം തീയതി നടക്കാൻ പോകണം കേട്ടോ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, അതിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവരെ അറിയിക്കും. ഓക്കെ. അപ്പൊ സനസ് താങ്ക് യു, രേഷ്മ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പോവാ കേട്ടോ. എന്നോട് നല്ലതല്ല, ഈ ഒരു ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട്, പ്രപഞ്ചനാഥനോട്, യൂണിവേഴ്സിനോട്, ഇവിടെ വന്ന പങ്കെടുത്ത എല്ലാവരോടും, നിങ്ങളോട്. കോഴ്സിന് എത്രയാണ് ഫീസ് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. കോഴ്സിന്റെ ഫീസ് വരുന്നത് അതായത് ഏകദേശം 12,000 റുപ്പീസാണ് അതിന്റെ ഫീ വരുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്, ഓൺലൈനാണ്. എല്ലാ സെഷൻസിന്റെയും റെക്കോർഡ്സ് അവൈലബിൾ ആണ്. വർക്ക് ബുക്ക് ഉണ്ടാവും, ഒരു ഹീലർ നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. അത് ഏകദേശം 9,000, അതായത് 9,999 രൂപയാണ് തോന്നുന്നത് അതിന്റെ ഓഫർ ശേഷമുള്ള പ്രൈസ്. അപ്പോൾ ഏകദേശം 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, അത് യൂട്ടിലൈസ് ചെയ്യാം. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്. നിങ്ങൾ എന്തായാലും എടുക്കുക, പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ഒരുപാട് മെഡിസിനും ഹോസ്പിറ്റലിലും സംഗതികൾക്കും, സൈക്കാട്രിക് മെഡിസിൻ മുതൽ, അതല്ലെങ്കിൽ എന്താ പറയുക ഉറങ്ങാനുള്ള മെഡിസിൻസ്, അതല്ലെങ്കിൽ എന്താ പറയുക ഹോസ്പിറ്റലിൽ ചികിത്സകൾ, ഇങ്ങനെയൊക്കെ സംഗതികൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ടാവും. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്ക് നല്ല രീതിയിലേക്ക്, പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. അപ്പോൾ ചോദിച്ച ആൾക്ക് താങ്ക് യു സാർ. വെൽക്കം. താങ്ക് യു. യെസ് പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നമുക്ക് എല്ലാവർക്കും, ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും, അതേപോലെ നിങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. എപ്പോഴും മനസ്സറിഞ്ഞ് പറയാം. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.
Thank you so much. Thank you so much for being here, everyone. Thank you so much. Have a Thank you, sir. Alhamdulillah. Thank you. Thank you. Have a great day. കേട്ടോ ഉഷാറാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. Thank you, Anas. I'm so happy. Lovely. Thank you. Thank you so much. You are welcome, everyone. Thanks for പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു വൺസ് അഗൈൻ. ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും കാണാം.